ആ പുണ്യപുത്രൻ ചെയ്യാൻ പുറപ്പെട്ടതോ ഏറ്റവും ധാർമ്മികമായിരിക്കുന്ന ഒരു കൃത്യമാണ്. പക്ഷേ അത് കണ്ട് സഹിക്കാൻ പറ്റാതെ ദശരഥൻ മരിച്ചു എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? ഏത് പുണ്യകർമ്മമാണ് ഇവിടെ പൂർണ്ണമായി സഫലമാകുക? സത്രാജിത്ത് സൂര്യനെക്കുറിച്ച് തപസ് ചെയ്തു, ഒരു ശമന്തകം കിട്ടി. ആ ശമന്തകവും കൊണ്ട് കൃഷ്ണൻ്റെ അടുക്കലേക്ക് ചെന്നു. കൃഷ്ണന് തോന്നി ഈ ശമന്തകം സത്രാജിത്തിൻ്റെ അടുത്ത് ഇരിക്കില്ല, അതുകൊണ്ട് അത് ഇങ്ങോട്ട് തന്നേക്കൂ, ഞാൻ അങ്ങയ്ക്ക് എത്ര വേണമെങ്കിലും ധനം തരാമെന്ന്. സത്രാജിത്തോ കൊതി കൊണ്ടാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. കൃഷ്ണൻ ചോദിച്ചത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, കയ്യിലിരിക്കില്ല എന്ന് അറിയാം. തെറ്റിദ്ധരിച്ചു, കൃഷ്ണന് തരില്ല, കൊതി കൊണ്ടാണ് ചോദിക്കുന്നത്, എൻ്റെ ശമന്തകം എൻ്റെ കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോയി. എന്തു ചെയ്തു? അനിയനുണ്ടല്ലോ, അനിയൻ ആ ശമന്തകം കഴുത്തിലണത്. അതല്ലേ സാധിക്കുള്ളൂ, തനിക്കൊരു ശമന്തകം കിട്ടില്ല, ചേട്ടൻ്റെ ഉണ്ട്. അപ്പോൾ അതെടുത്തു, ആരോടും ചോദിക്കേണ്ട, കഴുത്തിലണിഞ്ഞ് പോയി നായാട്ടിന്. നായാട്ടിൽ എന്തു പറ്റി ആർക്കറിയാം? ശമന്തകവും ഇല്ല, പ്രസന്നവും ഇല്ല, പ്രസേനനും ഇല്ല, സമന്തകവും ഇല്ല. ഉടനെ സത്രാജിത്ത് പറഞ്ഞു, കൃഷ്ണനാണത് തട്ടിച്ചിരിക്കുന്നത്, പ്രസേനെ കൊന്നതെന്ന്. ആലോചിച്ച് നോക്കൂ, കൃഷ്ണ പരമാത്മാവിൻ്റെ ജീവിതത്തിലുള്ള കഥയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുമ്പോൾ അതിൽ വലിയ ഒരു തന്മയത്വം ഉണ്ട് കേട്ടോ. സർവാരംഭ വിപര്യം, ഞാൻ നല്ലതിനു വേണ്ടി പറഞ്ഞ ഒരു വാക്ക് ഉണ്ടായതോ പൊല്ലാപ്പ്, മഹാപാപം. ഞാൻ കൃഷ്ണനോട് വളരെ പിറ്റി ചെയ്യുന്നു. അദ്ദേഹം എന്തു ചെയ്തു? എന്തായാലും ഇത് തെളിയിക്കണമല്ലോ. പുറപ്പെട്ട് പ്രസേനൻ എവിടെയാണ് പോയത് എന്ന് അന്വേഷിച്ച് കാലടികളും കുതിരടിയും ഒക്കെ അന്വേഷിച്ച് ചെന്നപ്പോൾ പ്രസേനൻ അവിടെ മരിച്ചു കിടക്കണു. തൊട്ടടുത്ത് സിംഹത്തിൻ്റെ കാലടിയാ. അപ്പം പ്രസേനനെ കൊന്ന് സിംഹം ഇത് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം സിംഹത്തിൻ്റെ കാലടി അന്വേഷിച്ച് ചെന്നതോ ജാമ്പവാൻ്റെ ഗുഹയിലേക്കാണ്. ജാമ്പവാൻ ഉപായപ്പെട്ടവനാണോ ശ്രീകൃഷ്ണനോ ആരായാലും തൻ്റെ ഗുഹയിൽ ഇന്നേ വരെ ഒരാൾ കടന്നിട്ടില്ല. ഇപ്പോൾ ഒരാളിതാ അനുവാദം ചോദിക്കാതെ കടന്നിരിക്കുന്നു. ഇത് ഞാൻ എങ്ങനെ സഹിക്കുന്ന ചോദിക്കുന്നത്. ആരാരഹോ മദ്ഗുഹയിൽ കടപ്പാൻ ഈരേഴു ലോകങ്ങളിൽ ഈശനാകും ശ്രീരാമപാദാംബുജ സേവകൻ ഞാൻ ആരെങ്കിലും സംപ്രതി സംഹനിപ്പേൻ. ആരായാലും ഞാൻ കൊല്ലുമെന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് അങ്ങോട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. ദിനങ്ങളെട്ടും 15 മിനക്കെടാതങ്ങമർ ചെയ്ത ശേഷം മനം തളർന്നു ഭുവി വീണു വൃദ്ധൻ കരേണ നേത്രങ്ങൾ തുറന്നു നോക്കി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദിനങ്ങൾ 8ഉം 15 8ഉം 15 5ഉം കൂടി എത്രയായി? 28 ദിവസം. ഈ കൃഷ്ണൻ ഉപായപ്പെട്ടവനൊന്നുമല്ല, പാവം. എത്രയാ സ്വാനുഭവങ്ങൾ എന്നറിയോ? ദിനങ്ങൾ 8ഉം 15 മിനക്കെടാതങ് അമർ ചെയ്ത ശേഷം. അവർ അമർ ചെയ്തത്, യുദ്ധം ചെയ്തത് എത്രയാ? മിനക്കെടാതെ. ആ 28 ദിവസവും കുടിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വിശ്രമമില്ല. അങ്ങനെ പൊരുതാനൊരു ജാമ്പവാൻ. അപ്പം അതിന് പൊരുതൽ കൃഷ്ണന് കൊടുക്കേണ്ടി വരുമല്ലോ. ഇത് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല പോയത്. സത്രാജിത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടി ചോദിച്ചതാ. ഈ രത്നം അങ്ങയ്ക്ക് ചേർന്നതല്ല. എന്തുണ്ടായി? പിറ്റേ ദിവസം പ്രസേനൻ കൊണ്ടുപോയി, നഷ്ടപ്പെട്ടു. കൃഷ്ണൻ മുൻകൂട്ടി കണ്ട് ചോദിച്ചതാണ്. ഉണ്ടായതോ പൊല്ലാപ്പും, കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയി പ്രസേനനെ കൊന്നതെന്നാ. അപ്പം അത് തെളിയിപ്പിക്കാൻ വേണ്ടി പോണല്ലോ. ദിനങ്ങൾ 8ഉം 15 മിനക്കെടാതങ് അമർ ചെയ്ത ശേഷം മനം തളർന്നു ഭൂമി വീണു വൃദ്ധൻ. ജാമ്പവാന് വയസ്സ് കൂടുതലാ, മനം തളർന്ന് ഭൂമിയിൽ വീണു അത്രേ. കരേണ നേത്രങ്ങൾ തുറന്നു നോക്കി. വീണപ്പോഴാണ് കുറച്ച് വിനയുണ്ടായത്. എന്നെ തട്ടിയിടാൻ 28 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അപ്പോ ഇതാരാണ്? അപ്പോഴാ തഥാ ഭവിച്ചു പരമാർത്ഥബോധം. മുതാവണങ്ങി സ്തുതിയും തുടങ്ങി മതാന്ധനാമൻ അപരാധമെല്ലാം സദാ സഹിച്ചിടുക ശാർംഗപാണേ. അപ്പോഴാണത്രേ ബോധം വന്നത്. അപ്പോഴാ സ്തുതിച്ചു തുടങ്ങിയത്, എൻ്റെ അപരാധം മുഴുവനും സഹിക്കണേന്ന്. മീനായതും കൂർമ്മമതായതും നീ, പീനം വരാഹാകൃതി പൂണ്ടതും നീ, മഹാനൃസിംഹോത്തമനായതും നീ, മഹാമതേ വാമനനായതും നീ, ഇഹാഭിനീലാംബരനായതും നീ, മഹാനുഭാവ പ്രകൃതേ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു അത്രേ. അതാണ് ഇവിടെ പറയണത്. സർവാരംഭ വിപര്യം. ഞാനന്ന് ചോദിച്ചു നല്ല ഉദ്ദേശത്തോടു കൂടി, കിട്ടിയതോ ഞാൻ കട്ടൂന്ന്. അവസാനം അത് അന്വേഷിച്ച് ചെന്ന് സിംഹത്തിൻ്റെ കാലടി നേറ്റി പോയി അവിടെ ചെന്ന്
ഓർക്കാപ്പുറത്ത് ജാമ്പവാന്റെ എതിർപ്പ് നേരിട്ട് 28 ദിവസം അടിയും ഇടിയും കുത്തും തകർച്ചയും ചാട്ടവും ഓട്ടവും വിഴലും എണീക്കലും ആയിട്ട് അങ്ങോട്ട് നടന്നു. അവസാനം ഈ പൊല്ലാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാമ്പവാന് ബോധം വന്നപ്പോൾ ആ സെമന്തകത്തെയും കൊടുത്തു, മകളെയും സമ്മാനമായി കൊടുത്തു മടങ്ങി വന്നു. എന്തായാലും വിപര്യം എല്ലാവർക്കും ഉണ്ട്. രാവണന്റെ കാര്യം എടുത്താലോ, 14,000 സേനയെ ജനസ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി ഭാരതത്തിനെ ആക്രമിക്കണം എന്ന് പറഞ്ഞ്. ആക്രമിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ശക്തിയുണ്ട്. അതെന്താ? തപശക്തിയാണ്, ആത്മശക്തിയാണ്. ഈ തപശക്തി ജനിക്കുന്നത് മുഴുവൻ തപോധനന്മാരിൽ നിന്നാണ്. ദണ്ഡകാരണ്യത്തിലാണ് മാക്സിമം തപസ്വികൾ ഇവിടെ ഉണ്ടായിരുന്നത്. ആ തപോധനന്മാരുടെ വംശം മുഴുവൻ നശിപ്പിച്ചല്ലാതെ ഇന്ത്യയുടെ തേജസ്സോ ഇന്ത്യയുടെ ഉജ്ജ്വലതയോ നിർത്താൻ പറ്റില്ല എന്ന് രാവണൻ വലിയ ചക്രവർത്തിയാണ്. അദ്ദേഹം മനസ്സിലാക്കി, ചാരന്മാരും ദൂതന്മാരും എല്ലാം വെച്ച്. അപ്പം ആക്രമിക്കാൻ വേണ്ടി ജനസ്ഥാനത്ത് തമ്പടിച്ചതാണ് ഖരദൂഷണ ത്രിശിരസ്മാർ വഴി. അപ്പോഴേക്കും ദണ്ഡകാരണ്യത്തിലുള്ള രാക്ഷസന്മാരെ മുഴുവനും കൊന്നൊടുക്കി 1 കൊല്ലം വിശ്രമത്തിന് വേണ്ടി എവിടെങ്കിലും ഒരു കുടീരം കുത്തി തപസ് ചെയ്യാം എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് മഹർഷിമാർ പറഞ്ഞത് ജനസ്ഥാനത്ത് കുടീരം വെച്ചോളൂ എന്ന്. അപ്പം അവരുടെ ഉദ്ദേശം എന്താ? ശ്രീരാമനും ഈ രാവണന്റെ പടയും കൂടി എന്തെങ്കിലും തരത്തിലൊരു സംഘടന ഉണ്ടാവും, അതിൽ രാമൻ നശിപ്പിച്ചോളൂ എന്ന് കണക്കാക്കിയിട്ടാണ്. പക്ഷെ അവർ പറഞ്ഞില്ല ആ വർത്തമാനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശൂർപ്പണഖയുടെ വരവ്. ശൂർപ്പണഖ വന്ന് ഒരു വലിയ പ്രസംഗമൊക്കെ തുടങ്ങി. അയ്യോ, ഇത്ര സുന്ദരനായിരിക്കുന്ന രാമൻ, ഈ മെലിഞ്ഞ സീത അങ്ങയ്ക്ക് പറ്റിയതല്ല, ഞാനാണ് ഏറ്റവും സുന്ദരി. നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ട് യോജിച്ച് ഈ വനത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ വനത്തിന് പോലും അഴകു കൂടും, പലരും കാണാൻ വരും എന്നൊക്കെ വെച്ച് പ്രസംഗം തുടങ്ങി. അപ്പം രാമൻ പറഞ്ഞു, ഞാൻ വിവാഹിതനാണ്, ലക്ഷ്മണൻ്റെ അടുത്ത് ചോദിച്ചോളൂ എന്ന്. ലക്ഷ്മണനും വിവാഹിതനാണ്. എന്താ രാമൻ അങ്ങനെ പറഞ്ഞതെന്ന് രാമനോട് തന്നെ ചോദിക്കാം. ലക്ഷ്മണൻ അത് കേട്ട് ശൂർപ്പണഖ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട മൂക്കൊക്കെ മുറിച്ചങ്ങോട്ട് വിട്ടുമല്ലോ. വളരെ അപമാനിതയായി, വേദനയുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? പ്രേമസല്ലാപത്തിന് പോയി കിട്ടിയതെന്താ? മൂക്കരിഞ്ഞു പോക്കാം. അവിടുന്ന് അങ്ങോട്ട് ഓടി ലങ്കയ്ക്ക് ഓടിയിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ചേട്ടനെ പിരിവെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവിടെ ചെന്നപ്പോൾ രാവണൻ പലരോടും കൂടി സംസാരിച്ചിരിക്കുക, മദ്യപാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് പറയുക, ഇങ്ങനെയുണ്ടോ ഒരു സഹോദരൻ, ഇങ്ങനെയുണ്ടോ ഒരു രാജാവ്? അനീതികളും അക്രമങ്ങളും നടങ്ങി, സഹോദരിക്ക് മാനഭംഗം വന്നു, അംഗഭംഗം വന്നു, അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നിരിക്കുക. ഇങ്ങനെയുണ്ടോ ഒരു ജ്യേഷ്ഠൻ, ഇങ്ങനെയുണ്ടോ ഒരു രാജാവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവസാനം ഞാൻ അവിടെ പോയത് എന്തിനാണെന്നറിയോ? എനിക്ക് അപകടം വന്നത് പോട്ടെ, അവിടെ അതിസുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ജാനകി. ആ ജാനകിയും കൂടി ചേട്ടൻ്റെ അന്തഃപുരത്തിലേക്ക് വന്നാലേ അന്തഃപുരത്തിൻ്റെ മാറ്റ് തികയും. അത് പറഞ്ഞ് പാവം ഭ്രമിച്ചു. ആര്? രാവണൻ. എന്നിട്ടാണല്ലോ മാരീചനെ പറഞ്ഞയച്ചത്. അപ്പം മാരീചനെ പറഞ്ഞയക്കുമ്പോൾ എങ്ങനെയെങ്കിലും സീതയെ അപഹരിച്ചു കൊണ്ടുവന്ന് സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അവസാനം ഉണ്ടായതെന്നാ? രാവണനടക്കം എല്ലാം പോയി. ശ്രീരാമൻ്റെ ജീവിതത്തിലോ നല്ല കാര്യമാണ് ചെയ്തത്, സീതയെ കൊണ്ടുവന്നിട്ട് പൊല്ലാപ്പം എന്തുണ്ടായി? അവിടെ ഉണ്ടായി വിപര്യം. മേഘനാഥൻ ലക്ഷ്മണനായിട്ട് ഏറ്റുമുട്ടി അവസാനം പരാജയപ്പെട്ടപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു യാഗം നടത്തി. ആ യാഗം നടത്തി ആ യാഗം മൂപ്പെത്തി. അതിൽ നിന്ന് ഒരു രഥവും അശ്വവും ആവനാഴിയും അമ്പും വില്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെ തയ്യാറായിരിക്കുന്ന വർത്തമാനം മേഘനാഥനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണന് മനസ്സിലായി. മനസ്സിലായപ്പോൾ വിഭീഷണൻ പറഞ്ഞു, അതേ ഹനുമാനെ, നമുക്ക് വേഗം പോയി അന്വേഷിക്കണം. ഈ മേഘനാഥൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു യാഗമുണ്ട്, അതെങ്ങാനും നടത്തി കാലം കൂടി എന്നുണ്ടെങ്കിൽ പിന്നെ ഈ യുദ്ധം ജയിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാനായി. അവിടെ ചെന്ന് നോക്കി, എന്താ? യാഗം കണ്ണടച്ച് ഇങ്ങനെ യാഗം ചെയ്യുക. അതിങ്ങനെ അഗ്നി ഇങ്ങനെ ജ്വലിക്കണു. അങ്ങനെ പ്രകാശത്തോടു കൂടി സാധനങ്ങളൊക്കെ അങ്ങോട്ട് വരാനുള്ള സമയമായി. ഹനുമാനെ, സെക്കൻഡ് ഉള്ളിൽ ഇത് അശുദ്ധമാക്കാൻ ഞാൻ പറ്റില്ല എന്ന്. അതൊരൊറ്റ വഴിയേ ഉള്ളൂ. അശുദ്ധമാക്കാനായി ഹനുമാന്റെ കയ്യിൽ എന്തുണ്ട്? 4 ഭാഗത്തും അസലായിട്ട് മലം വിസർജിച്ചു. അതോടുകൂടി ഹോമകുണ്ഡം അശുദ്ധമായി, യാഗം മുടങ്ങി. അത് രണ്ടാമത് ആവർത്തിക്കാനും പറ്റില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്? ഒക്കെ വിപരീയ ഗുണേഷു തത്വധ്യാനേന. ഇതിനൊക്കെ കാരണം എന്താ? പുറം വസ്തുക്കളും പുറം ലാഭങ്ങളുമാണ് വാസ്തവം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വരുന്ന വിപരീതാനുഭവങ്ങളാണ് ഇത് മുഴുവനും. ഇത് നല്ല പോലെ നോക്കിക്കാണണം. എന്തിനാത്? വസ്തുക്കൾ പുറത്തിരിക്കട്ടെ, അത് വേണം എന്ന് വിചാരിച്ചിട്ടുള്ള പ്രയത്നം നാം ചെയ്യുന്നത് ഐന്ദ്രിയ തലത്തിലാണെങ്കിലും അതിനോട് ആദ്യമായി തോന്നുന്നത് മോഹമാണ്, ആശയാണ്, ആഗ്രഹമാണ്. ആ ആഗ്രഹം ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ എവല്യൂട്ട്. ഇറ്റ്സ് എ ക്രിയേഷൻ ഓഫ് ദ മൈൻഡ്.
ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഭൗതികമോ ശാരീരികമോ ആയിട്ടുള്ള ഒരു വളർച്ചയല്ല ആഗ്രഹം എന്ന് പറയുന്നത്. മാനസമായിട്ടുള്ള ഒരു മുളപൊട്ടലാണത്. അപ്പം ആ മനസ്സിൽ ബുദ്ധിയുടെ സ്വാധീനം ചെലുത്തണം. ബുദ്ധി കൊണ്ട് ലോകത്തെ വിലയിരുത്തണം. ഈ കാണുന്ന വസ്തുക്കൾ മുഴുവൻ വാസ്തവികമാണോ? എൻ്റെ സൗഖ്യത്തിനും സന്തോഷത്തിനും സൗഭാഗ്യത്തിനും സാഫല്യത്തിനും വേണ്ടി ഈ വസ്തുക്കൾ ശേഖരിക്കണോ? അതോ ശേഖരിച്ചതിന് ശേഷം സന്തോഷിക്കുന്ന മനസ്സിനോട് ഈ വസ്തുക്കൾ ഇല്ലാതെ തന്നെ നീ സന്തോഷിക്കുക എന്ന് പറയണോന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പം അത് അതോ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഉട്ടോപ്പിയൻ തിയറി പറയുകയാണോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സാണല്ലോ സുഖരചയിതാവ്. അത് ബാഹ്യവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ അതിന് സുഖം നൽകാൻ പറ്റുള്ളൂ. കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അവിടെ ഏതെങ്കിലും വസ്തു ഉണ്ടോ? ഇല്ല. ഇല്ലാതെയല്ലേ സുഖം അനുഭവിക്കുന്നത്? അതെ. ശരീരം പോലുമില്ല, മനസ്സ് പോലുമില്ല, ബുദ്ധി പോലുമില്ല, അഹങ്കാരം പോലുമില്ല. എന്നിട്ടും നാം സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് പറയുന്നുണ്ടല്ലോ. പകലുള്ള അധ്വാനം മുഴുവനും പരിസമാപിക്കുന്നത് സഫലമാകുന്നത് എപ്പോഴാണ്? സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയാൽ. ഉറക്കമില്ലാത്തവരുടെ സ്ഥിതി എന്താ? വലിയ പരിതാപമാണത്. അപ്പം നമ്മുടെ മനസ്സിന് സുഖം ജനിപ്പിക്കാൻ പറ്റും, ഉൾസുഖം തരാൻ പറ്റും. അത് മനസ്സിലാക്കാതെ ബാഹ്യവസ്തുക്കളിൽ അത് തത്വമാണ്, വാസ്തവമാണെന്നുള്ളൊരു ബുദ്ധി വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. അവർക്കൊക്കെ അവസാനം വിപരീത ഫലമുണ്ടാവുന്നു. അന്വീക്ഷേത വിശുദ്ധാത്മാ ദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. ലോകത്തിൽ എത്ര സമർത്ഥനായാലും കൊള്ളാം, എത്ര കുശലനായാലും ബുദ്ധിമാനായാലും കൊള്ളാം, ആ ആൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. നാം എന്ത് പ്രവൃത്തി എത്ര നന്നായി എവിടെ എങ്ങനെയൊക്കെ ചെയ്താലും 3 വിധത്തിലുള്ള ഫലമാണ് പ്രവൃത്തികൾക്ക് മാറി മാറി വരിക. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. ലോകത്തിൽ സന്യാസിമാരായിട്ടുള്ളവർക്ക് ഈ 3 ഫലങ്ങളില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവും. ത്യാഗികൾക്കിത് ഉണ്ടാവില്ല. ഭോഗികൾക്ക് എല്ലാവർക്കും ഈ 3 ഫലമാണ്. എന്തൊക്കെയാ? അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം. അനിഷ്ടം, ഇഷ്ടം, മിശ്രം. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് ഇഷ്ടഫലത്തോടു കൂടി നമുക്ക് ജീവിക്കാമെന്ന്. ഒരിക്കലുമില്ല. ഇഷ്ടഫലം ഉണ്ടാവുന്നത് പോലെ അനിഷ്ടഫലം ഉണ്ടാവും. മിക്കവാറും മിശ്രമായിട്ടും വരും. ഇതെല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ഈ ലോക ജീവിതത്തെ ഒന്ന് ശരിയായി വിലയിരുത്തണം ഉദ്ധവ. ശരിയായി വിലയിരുത്തണം ഏഷ്യാനെറ്റ് പ്രേക്ഷകരെ. നിങ്ങൾ വിലയിരുത്തണം. അന്വീക്ഷേത വിശുദ്ധാത്മാ ദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥഃ നാനാത്മകത്വാദ് വിഫലഃ തഥാ ഭേദാത്മധീർഗുണൈഃ. എന്താ നിങ്ങളൊക്കെ ഉദ്ധവഗീത കേൾക്കണം കേൾക്കണം എന്ന് പറഞ്ഞ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. നിങ്ങളുടെ ഭൂമാനന്ദ സ്വാമി ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അവിടെ പറയാൻ പോണത്? ഇത് എൻ്റെ പ്രേക്ഷകർ ശരിക്കും ഉൾക്കൊള്ളുവോ? രസത്തോടു കൂടി ഉൾക്കൊള്ളുവോ? സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുവോ? ഇത് കേൾക്കാൻ ഒരു താല്പര്യത്തോടു കൂടി നിങ്ങൾ കേൾക്കുവോ? ഇത് നമ്മുടെ മനസ്സിന് മോചനം നൽകുന്നതാണ്, ബുദ്ധിക്ക് തെളിച്ചം നൽകുന്നതാണ്, ജീവനെ സന്തുഷ്ടിയിൽ ആറാടിക്കുന്നതാണ്. കൃഷ്ണ പരമാത്മാവ് പ്രിയപ്പെട്ട ഉദ്ധവനോട് പറഞ്ഞതാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അവിടെ പറയണത്? സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥഃ നാനാത്മകത്വാദ് വിഫലഃ തഥാ ഭേദാത്മധീർ ഗുണൈഃ. എങ്ങനെയാ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക? ഒരർത്ഥം പറഞ്ഞ് എനിക്കങ്ങോട്ട് പോവാം. പക്ഷെ എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. ഇത് ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യം പ്രവചിക്കുന്നതാണ്, പ്രതിപാദിക്കുന്നതാണ്. അപ്പം ആ പറയുന്നത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തോന്നി അതിലൊരു താതാത്മ്യം കേൾക്കുന്നതായ മനസ്സ്, കേൾക്കുന്ന ചെവികൾക്കല്ല, മനസ്സിനും ബുദ്ധിക്കും വേണമല്ലോ. അത് രചിക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ഈ പ്രയത്നം നിഷ്ഫലമാണ്. അങ്ങനെ ഒരു നിഷ്ഫല പ്രയത്നം ഏറ്റെടുക്കാനോ നടത്താനോ ഭൂമാനന്ദ സ്വാമിജിക്ക് ഇഷ്ടമില്ല. അപ്പം എൻ്റെ മുൻപിലുള്ള പ്രേക്ഷകർ ഇത് ഗ്രഹിച്ചേ പറ്റൂ. അവരെ ഗ്രഹിപ്പിക്കണം. എങ്ങനെ എന്നുള്ളതാ ചോദ്യം. സുപ്തസ്യ വിഷയാലോകോ, ഇവിടെ പറഞ്ഞത് എന്താ? ഗുണേഷു തത്വധ്യാനേന. ഈ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന വസ്തുക്കളെല്ലാം സത്യമാണ് എന്നുള്ളൊരു വിചാരത്തിൽ അത് ശേഖരിക്കാനും ഒരുക്കുകൂട്ടാനും വേണ്ടി പരിശ്രമിച്ച് ആ പരിശ്രമത്തിലൊക്കെ വിപരീത ഫലം ഉണ്ടാവുന്നുണ്ട് എന്ന് നല്ല പോലെ നോക്കിക്കാണണം. വാസ്തവത്തിൽ
ഈ കാണുന്ന പുറം വസ്തുക്കൾ അവയിൽ സത്യബുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞു. അപ്പം സത്യബുദ്ധി തെറ്റാണെന്നല്ലേ കൃഷ്ണൻ പറയുന്നത്? അത് സത്യബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയില്ല, ഈ ലോകമില്ല, ഈ കാണുന്ന ഭോഗവസ്തുക്കളൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റണം. അല്ലെങ്കിൽ എന്തിനാ ഇവിടെ ശാസ്ത്രം പറയുന്നത്? കൃഷ്ണൻ എന്തിനാ ഉദ്ധവനോട് പറയണത്? കൃഷ്ണനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലേ? ഉദ്ധവനും നിങ്ങളെപ്പോലെയല്ലേ? ഉദ്ധവന്റെയും കൃഷ്ണന്റെയും ശരീരത്തിൽ എന്തുണ്ട്? പഞ്ചഭൂതങ്ങൾ. ഉള്ളിലോ വൈകാരികമായ ഒരു മനസ്സ്, അതിനെ നയിക്കാനുള്ള ഒരു ബുദ്ധി, ഒരഹങ്കാരം. ഇതല്ലേ ഉദ്ധവനും ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്കും ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവില്ല? ചോദ്യം ചെയ്യൂ. നിങ്ങളുടെ സാധ്യത നിങ്ങൾക്ക് വെളിപ്പെടുത്തട്ടെ. ഇത് ഓരോ അക്ഷരവും നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. സുപ്തസ്യ വിഷയാലോകോ, കിടന്നുറങ്ങുന്നവൻ. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ബാഹ്യവസ്തു ഗ്രഹണം മുഴുവനും അറ്റുപോയി, അറന്നുപോയി, അകന്നുപോയി. ശ്രദ്ധിച്ചോ പറഞ്ഞത്? ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഉണർവ് ഇല്ല, കണ്ണു തുറന്നിട്ടില്ല, ചെവി കേൾക്കുന്നില്ല, ത്വക്ക് സ്പർശിക്കുന്നില്ല, മൂക്ക് വാസനിക്കുന്നില്ല, നാവ് രുചിക്കുന്നില്ല. ഈ 5 കാര്യവും നിന്നപ്പോൾ ലോകവസ്തുക്കൾ മുഴുവനും പമ്പ കടന്നു, അറ്റു, അകന്നു, അസ്തമിച്ചു, അലിഞ്ഞു. അങ്ങനെയാണ് കടന്നുറങ്ങുന്നത്. ആ ഉറക്കത്തിലാണ് ഒരു സ്വപ്നം. ആ സ്വപ്നത്തിലാണ് സമാന്തരമായിരിക്കുന്ന ഭൂമി, സമുദ്രം, വായു, ആകാശം, നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രാദി ഗോളങ്ങൾ എല്ലാം അവിടെ. അതൊക്കെ സ്ഥൂലമല്ലേ? അതെ. അതിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത് കേരളത്തിലാകാം, പോയിരിക്കണതോ ഡൽഹിക്കോ മുംബൈക്കോ പോയിട്ടുണ്ടാവും. അവിടെ താജ്മഹൽ ഹോട്ടൽ അവിടെ കാണാറുണ്ട്. വിശന്നു, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചപ്പോൾ വിശപ്പ് മാറി. അപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടായി. ആ വിശപ്പ് മാറാൻ വേണ്ടി സ്വപ്ന ഭക്ഷണം കഴിച്ചു. സ്വപ്ന ഹോട്ടലിൽ ചെന്ന് ആ വിശപ്പ് മാറി. അതെന്താ അങ്ങനെ? അതുപോലെ തന്നെ ജാഗ്രത അവസ്ഥയിലുള്ള വിശപ്പ് ജാഗ്രത വസ്തുക്കളെ കൊണ്ട് മാറുന്നതും. ഇതെങ്ങനെ മാറിയോ അതവിടെ മാറി. ജാഗ്രത് വസ്തുക്കൾ ഫലപ്രദം, സ്വപ്നത്തിലോ സ്വപ്ന വസ്തുക്കൾ ഫലപ്രദം. സ്വപ്നത്തിലും ഉണ്ടല്ലോ സ്ഥൂല സൂക്ഷ്മ വസ്തുക്കൾ ജാഗ്രതയിലുള്ളതുപോലെ. പക്ഷെ അത് മുഴുവൻ രചിച്ചത് ആരാ? മനസ്സ്. ഇവിടെയോ അതേ മനസ്സ് തന്നെയാ രചിക്കുന്നത്. എന്താ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വപ്നത്തിൽ അത് വളരെ വ്യക്തമാണ്. ഞാൻ കിടന്നുറങ്ങി, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് സ്വപ്നം. ആ ഉള്ളിൽ ഇങ്ങനെ വിസ്തൃതമായിരിക്കുന്ന ഒരു ലോകം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നാൽ ഉണ്ടായതായിട്ടുള്ള അനുഭവമില്ലേ? ഉവ്. സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണോ? അല്ല. എണീക്കുമ്പോഴേ അത് സ്വപ്നമാകുന്നുള്ളൂ. സ്വപ്നം കാണുന്ന സമയത്ത് അത് സ്വപ്നമല്ല. സ്വപ്നത്തിൽ ഒരു പുലിയെ കണ്ടു, പേടിച്ചു, അരണ്ടു, എണീറ്റു, നോക്കിയപ്പോൾ പുലിയില്ല. നമ്മളെ കൊണ്ട് പേടിപ്പിച്ച് കരയിപ്പിച്ച് ഓടിപ്പിക്കുന്നതാണ് ഈ സ്വപ്നാനുഭവം. സാധാരണ എപ്പോഴാണ് ഒരു മനുഷ്യൻ കണ്ടു പേടിക്കുക? ഒരു വസ്തു ഉണ്ടെങ്കിൽ. അപ്പം അവിടെ പുലിയെ കണ്ടത് ശരിയല്ലേ? അതെ. പേടിച്ചതോ? ശരി. കരഞ്ഞതോ ഓടിയതോ? ശരി. എണീറ്റ് നോക്കുമ്പോഴോ? ഇല്ല. അതുപോലെ തന്നെയല്ലേ ഈ വസ്തുക്കൾ മുഴുവൻ കടന്നുറങ്ങുമ്പോൾ പോണതും. അവിടെ എണീറ്റപ്പോൾ പോയി, ഇവിടെയോ ഉറങ്ങുമ്പോൾ പോണു. മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾക്ക്? ഉവ്വോ. ഉദ്ധവഗീത കേൾക്കണം, എല്ലാവർക്കും കേൾക്കണം, തരക്കടില്ല, കേട്ടോളൂ. കേട്ടിട്ടോ? നിങ്ങൾ പിന്നാലെയോ എൻ്റെ കൂടെയോ? ഇതാണ് ചോദ്യം. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പിന്നാലെ നിൽക്കുന്നുവോ എൻ്റെ കൂടെ വരണോ? സുപ്തസ്യ വിഷയാലോകോ. ഉദ്ധവൻ കൂടെയുണ്ട് കൃഷ്ണൻ്റെ. അതുപോലെ നിങ്ങളും ഉദ്ധവന്മാര് ഈ കൃഷ്ണൻ ഭൂമാനന്ദ സ്വാമിയുടെ കൂടെ ഉണ്ടാവണം. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥ. അതുമാതിരി പകൽ സമയത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ മനോരഥങ്ങൾ പലതും ഉണ്ടാവും. ആ മനോരഥങ്ങളിൽ ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യുക, നല്ലൊരു കാറാണ്, പോയി എന്നൊക്കെ കാണാറുണ്ട്, അനുഭവം കൊണ്ടുണ്ട്. പക്ഷേ വാസ്തവികമായിട്ട് അതൊന്നുമില്ല. അങ്ങനെ മനോരഥത്തിൽ അനുഭവിക്കുന്ന മനസ്സ്, സ്വപ്നത്തിൽ അനുഭവിക്കുന്ന മനസ്സ്, അതേ മനസ്സ് തന്നെയല്ലേ ജാഗ്രതയിലും അനുഭവിക്കുന്നത്? അതോ വേറെയോ? സ്വപ്നം കണ്ടത് ആരാ? ഞാൻ. അനുഭവം ആർക്കാ? എനിക്ക്. ഉറങ്ങിയതാരാ? ഞാൻ. ഉറക്കം അനുഭവം ആർക്കാ? എനിക്ക്. അതേ ഞാൻ തന്നെയല്ലേ ഉണർന്നിരുന്ന് ഉണർവനുഭവങ്ങളും ഉണ്ടാവുന്നത്. അപ്പം ഞാൻ എന്നുള്ളത് സമാനമല്ല, ഒരേ ഞാനായതുകൊണ്ട് എനിക്കുള്ള അനുഭവങ്ങളും ഒരുപോലെയല്ലേ. അപ്പോൾ സ്വപ്നാനുഭവങ്ങൾ മിഥ്യയാണെങ്കിൽ, ഉറക്കത്തിൽ ജാഗ്രതാവസ്ഥകൾ മുഴുവൻ ഇല്ലാതെ ആകുന്നുവെങ്കിൽ, ജാഗ്രതാവസ്ഥ മുഴുവൻ വസ്തുക്കൾ മുഴുവനും ഉറക്കത്തിൽ ഇല്ലാതെ ആകുന്നുവെങ്കിൽ, ആ ഉറക്ക വസ്തുക്കൾക്ക് എങ്ങനെയാണ്
വാസ്തവികത കൽപ്പിച്ചു കൊടുക്കുക. ജാഗ്രത അവസ്ഥ മാത്രമാണ് നമുക്ക് എന്ന് വിചാരിക്കരുത്. ജാഗ്രത അവസ്ഥയെപ്പോലെ സമാനമായി രണ്ടവസ്ഥകൾ കൂടിയുണ്ട്. ഒന്നാണ് ഉറക്കം, രണ്ടാമത്തതാണ് സ്വപ്നം. അപ്പം ഈ ജാഗ്രത അവസ്ഥയെ മാത്രം വെച്ചുകൊണ്ടൊരു തീരുമാനത്തിലെത്തരുത്. ജാഗ്രത അവസ്ഥയോടൊപ്പം ഉറക്കത്തിലുള്ള അനുഭവത്തെയും സ്വപ്നാനുഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് വേണം എന്തിനേയും വിലയിരുത്താൻ. അങ്ങനെ വരുമ്പോഴോ എന്തുണ്ടായി? ജാഗ്രത അവസ്ഥയിൽ ഈ മനസ്സാണ് അനുഭവിക്കുന്നത്. എനിക്കാണ് ഉറക്കം, എനിക്കാണ് സ്വപ്നം, എനിക്കാണ് ഉണർവും. അപ്പം ഞാനാണ് ഉണർന്നിരിക്കുന്നതും ഉറങ്ങിയവനും സ്വപ്നം കണ്ടവനും. ആ ഞാനാണ് ഈ മൂന്ന് അനുഭവം അനുഭവിക്കുന്നത്. അതിൽ സ്വപ്നത്തിൽ അനുഭവിച്ചത് മുഴുവനും എണീറ്റപ്പം ഇല്ലാതെയാകുന്നത് പോലെ ഉണർന്നിരിക്കുന്ന സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ, അനുഭവിക്കുന്ന അനുഭവങ്ങൾ മുഴുവനും ഉറക്കത്തിൽ ഇല്ലാതെയാവുന്നുണ്ടല്ലോ. സ്വപ്നാനുഭവങ്ങൾ എണീറ്റപ്പം ഇല്ലാതെയാകുന്നത് പോലെ ജാഗ്രത അനുഭവങ്ങൾ ഉറക്കത്തിൽ ഇല്ലാതെയാവുന്നു. അപ്പോൾ ഉറക്കത്തിൽ ഇല്ലാതെയാവുന്ന ഈ ജാഗ്രത അനുഭവങ്ങൾക്ക് എങ്ങനെ വാസ്തവികത കൽപ്പിച്ചു കൊടുക്കാം? എന്താ കാരണം? വാസ്തവികമാകണം എന്തെങ്കിലും ഒന്ന് എന്നുണ്ടെങ്കിൽ അത് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ ഇരിക്കണം. ഞാൻ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെയാണ്. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു, ഇന്ന് ഞാനുണ്ട്. ഇതുപോലെ അനവധി നാളെ ഇന്നായി കഴിഞ്ഞു, അതുകൊണ്ട് നാളെയും ഞാനുണ്ടാവും. ഈ ഉറക്കത്തിൽ ഞാനുണ്ട്, സ്വപ്നത്തിൽ ഞാനുണ്ട്, ജാഗ്രത അവസ്ഥയിലും ഞാനുണ്ട്. അപ്പം ഞാൻ എന്ന് പറയുന്നതിന് വ്യതിയാനമോ വ്യഭിചരണമോ വരുന്നില്ല, അതിന് നിരാകരണമില്ല. എന്നാൽ ജാഗ്രത അവസ്ഥയെ നിരാകരിക്കുന്നു ഉറക്കം, ഉറക്കത്തെ നിരാകരിക്കുന്നു സ്വപ്നം, സ്വപ്നത്തെ നിരാകരിക്കുന്നു ജാഗ്രത. അപ്പം പരസ്പര നിരാകരണം കൊണ്ട് ഈ മൂന്നും വസ്തുനിഷ്ഠമല്ല. എന്നാലോ ഈ മൂന്നിനും കാരണക്കാരനായി അധിഷ്ഠാനമായി മൂന്നിനെയും മാറ്റിമറിച്ച് വരുത്തി പൊയ്പ്പിക്കൊണ്ടിരിക്കുന്ന ഈ ഞാനോ അത് വാസ്തവികമാണ് താനും. എൻ്റെ മനസ്സ് രചിച്ച സ്വപ്ന ദൃശ്യങ്ങൾ മുഴുവനും അവാസ്തവികമാണെങ്കിൽ അതേ മനസ്സ് രചിക്കുന്നതാണല്ലോ ജാഗ്രത അനുഭവങ്ങളും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിലുള്ള ലോകവും സ്വപ്നത്തിലുള്ള ശരീരവും ആ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുമൊക്കെ ആ സമയത്ത് പെട്ടെന്ന് മനസ്സ് രചിച്ചതാ. ഈ ജാഗ്രത ഇന്ദ്രിയങ്ങളോ പുറം ലോകം രചിച്ചതല്ല. നമ്മുടെ മനസ്സോ അല്ലെങ്കിൽ ഉൾസത്തയോ രചിച്ചതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ലോകത്തെ കാണുന്നത്. ആ ഇന്ദ്രിയങ്ങൾ നൽകുന്ന ഒരു വിലയെ അവർക്കുള്ളൂ. അപ്പം ഇന്ദ്രിയങ്ങൾ നമ്മുടെയാണ്. ആ ഇന്ദ്രിയങ്ങൾ രചിച്ചത് ഉള്ളിലുള്ള ആ ആത്മശക്തിയാണ്, ആത്മസാന്നിധ്യമാണ്. അത് തന്നെ ഇന്ദ്രിയങ്ങൾ രചിച്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ആ പ്രത്യക്ഷപ്പെടുത്തിയ ലോകം ഉറക്കത്തിൽ ഇല്ലാതെയാവുന്നു. അതിനെങ്ങനെയാ അപ്പോൾ വാസ്തവികത കൽപ്പിക്കാൻ പറ്റുക? അതാണ് ഇവിടെ പറയുന്നത്. ധ്യായതോ വാ മനോരഥ സുപ്തസ്യ വിഷയാലോകോ. ഉറങ്ങിക്കിടക്കുന്നവന് സ്വപ്നത്തിലുള്ള വിഷയങ്ങൾ കാണുന്നത് പോലെയും ഇരുന്നൊരിടത്ത് ധ്യാനിക്കുന്ന സമയത്ത് മനോരഥം ഉണ്ടാകുന്നത് പോലെയും നാനാത്മകത്വാത് വിഫലഹ. നിങ്ങളിത് അംഗീകരിക്കുമോ പ്രേക്ഷകരെ? മനസ്സ് രചിക്കുന്ന നാനാത്മകത്വം, മനസ്സാണ് ഈ നാനാത്മകത്വം രചിക്കുന്നത്. എങ്ങനെ രചിക്കുന്നു? അതിൻ്റെ കണ്ണിലൂടെ, അതുണ്ടാക്കിയ കണ്ണിലൂടെ, അതുണ്ടാക്കിയ മൂക്കിലൂടെ, അതുണ്ടാക്കിയ ചെവിയിലൂടെ, അതുണ്ടാക്കിയ നാവിലൂടെ, അതുണ്ടാക്കിയ ത്വക്കിലൂടെ. താൻ തന്നെ രചിച്ച 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ വിവിധമായും അസംഖ്യമായും അനന്തമായും അത് കാട്ടിത്തരുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന ലോകമേ ഉള്ളൂ. ഈ ഇന്ദ്രിയങ്ങൾ നൽകുന്ന നാമവും രൂപവും ആകൃതിയുമാണതിന്, വേറെ ഒന്നുമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഈ ലോകമേ നമുക്കില്ല. അങ്ങനെ വരുമ്പോൾ നാനാത്മകത്വാത് വിഫല തഥാ ഭേദാത്മധീർഗുണൈ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മൂലം ഉണ്ടാവുന്ന വ്യത്യാസ ബുദ്ധികൾ മുഴുവനും, വ്യത്യസ്തത മുഴുവനും അവാസ്തവികമാണ്. ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ കൃഷ്ണൻ പറയുന്നത് ഒരേ ഒരു പോയിന്റാണ്. ഗുണേഷു തത്വധ്യാനേന. നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ഈ ലോകവസ്തുക്കളും ലോകവും ദൃശ്യലോകം ഉണ്ടല്ലോ, അതിലെ തത്വധ്യാനേന അത് വാസ്തവമാണ് എന്ന് വിചാരിച്ച് ക്രമത്തിലധികം അഭിലാഷവും ആഗ്രഹവും ലോഭവും മോഹവുമായി പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവുന്നത് എന്താ? സർവാരംഭ വിപര്യം. ഇത് ആലോചിച്ച് നോക്കി മനസ്സിലാക്കി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എന്തിന്? മനസ്സിൽ വൈരാഗ്യമുണ്ടായി നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മനസ്സിനെ പിൻവലിപ്പിക്കാൻ. അതേ സംഗതി അദ്ദേഹം ഒന്നും കൂടി ന്യായീകരിക്കുന്നതാണ്. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥഃ നാനാത്മകത്വാത് വിഫലഃ തഥാ ഭേദാത്മധീർഗുണൈ. ഇന്ദ്രിയങ്ങൾ നമ്മുടെ മനസ്സിൽ ബലാൽ ആനയിക്കുന്ന നാനാത്വം വാസ്തവത്തിൽ ശരിയല്ലാന്ന് ഇത് അദ്ദേഹം മുമ്പേ ഞാൻ ഷഡ് ശ്ലോകി എന്ന് പറഞ്ഞ് 6 ശ്ലോകം പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. യദിദം മനസാ വാച
ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം എന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ എന്തെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നാം ഗ്രഹിക്കുന്നുണ്ടോ വസ്തുക്കളെ, ആ വസ്തുക്കൾ മുഴുവനും നശ്വരം, അത് നശിക്കുന്നതാണ്. വിദ്ധി മായാമനോമയം, അത് മനോമയം മാത്രമാണ്. മനോമയം, നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ വാക്ക് മനോമയം ആയിട്ടുള്ളതൊന്നും വാസ്തവമല്ല. നമ്മുടെ മനസ്സിൽ അനവധി ചിന്തകൾ, വികാരങ്ങൾ, സങ്കല്പങ്ങൾ പലതും മനസ്സിൽ ധ്വനിക്കുന്നുണ്ട്. ആ സ്ഫുരിക്കുന്നത് മുഴുവൻ അവിടെ തന്നെ അസ്തമിച്ചു പോകുന്നതല്ലാതെ ഒരൊറ്റ എണ്ണത്തിന് സ്ഥൂലമായ ഒരു പ്രകടനമില്ല. അപ്പം മനസ്സ് രചിക്കുന്നത് മുഴുവനും അവിടെ ഇല്ല. ഒരു വിചാരം വന്നു, അതവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല, അവിടെ തന്നെ അസ്തമിച്ചു. അതിന് ഉണ്ടാവുക ഇല്ലാതെയാവുക എന്നുള്ളതല്ലാതെ നിലനിൽക്കുക എന്നൊരു സ്ഥിതി അതിനില്ല. അതുകൊണ്ട് ഇത് മുഴുവനും മായാമയമാണ്. ഇത് തന്നെയാണല്ലോ മുമ്പും പറഞ്ഞതുപോലെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്ന ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ. മനസ്സുള്ളിലാണ്. ആ ഉള്ളിലുള്ള മനസ്സ് രചിച്ചതാണ് ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾ മുഴുവനും. ആ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകം മുഴുവനും ബാഹ്യമാണ് എന്നുള്ളൊരു പ്രതീതി മനസ്സുണ്ടാക്കി തീർക്കുന്നതാണ്. ഈ പ്രതീതിക്ക് കാരണം എന്താ? അല്ലെങ്കിൽ അത് നയിക്കുന്നത് എന്തിനാ? ഈ ബാഹ്യ മണ്ഡലത്തിൻ്റെ മുഴുവൻ അനുഭവം മനസ്സിൽ ഉദിക്കുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ? ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം, ഒരു കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന പട്ടണം പോലെയാണ് ഇന്ദ്രിയങ്ങൾ മൂലം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നതായ ആ പ്രതിച്ഛായ. ഒരു വിശാലമായിരിക്കുന്ന ഒരു പട്ടണം കണ്ടുകൊണ്ട് നോക്കി കാണുമ്പോൾ ആ പട്ടണം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണല്ലോ അനുഭവിക്കുന്നത്. അത്ര വിസ്താരമുള്ള ഒരു പട്ടണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുമോ? ഉണ്ടായാൽ പിന്നെ ശരീരം നിൽക്കില്ലല്ലോ. അതൊക്കെ ഉള്ളിലുള്ളതാണ്. ഇതുപോലെ പറയുന്നുണ്ട് ആ നവയോഗി സംഭാഷണത്തിൽ, അവിദ്യമാനോപ്യവഭാതി ഹിദ്വയോ ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ. സ്വപ്നവും മനോരഥവും പോലെയാണ് ഈ ലോകം. അവിദ്യമാനഃ, അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അവിദ്യമാനഃ, അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. അവഭാതി ഹിദ്വയോ, എന്നാൽ പിന്നെ അത് എങ്ങനെയാ പ്രകാശിക്കുന്നത് എന്ന് ചോദിച്ചാൽ കാണുന്നവൻ്റെ ബുദ്ധിയുടെ മഹിമ കൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മഹിമ കൊണ്ടാണ് ഈ ബാഹ്യസ്ഫുരണം എന്നൊരു സങ്കല്പവും ഒരു ആശയവും ഒരു പ്രതീതിയും ഒക്കെ ഉണ്ടാവുന്നത്. തത്കർമ്മ സങ്കല്പ വികൽപകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തതസ്യാത്. ഈ കർമ്മവും സങ്കല്പവും വികല്പവും ഒക്കെ ആയിരിക്കുന്ന മനസ്സുണ്ടല്ലോ, ഈ മനസ്സാണ് ഈ കോലാട്ടം മുഴുവൻ കളിക്കുന്നത്. അതിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കണം. പിന്നെയും ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലം അലാതചക്രം. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം, ഈ മനസ്സ് വിലസിപ്പിക്കുന്നതായ, മനസ്സ് പ്രകാശിപ്പിക്കുന്നതായ ഈ ദൃശ്യം മുഴുവനും വാസ്തവത്തിൽ അത് വിഭ്രമമിതം മനസോ വിലാസം, അതൊരു വിഭ്രമമായിട്ട് കണക്കാക്കിക്കോളൂ. ദൃഷ്ടം വിനഷ്ടം, അത് എത്ര തന്നെ നിങ്ങൾ കണ്ടാലും അത് നശിക്കുന്നതാണ്. നശിക്കുന്ന ഒരു സാധനത്തിൽ നമുക്ക് അഭിലാഷം എന്തിന്? എന്താ അതിന് കാരണം? ആവശ്യമില്ലല്ലോ. ഇത്രയും പറഞ്ഞു ഉറപ്പിച്ചിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഉദ്ധവ എന്തു വേണം? നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മസ്പരസ്ത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. ഈ പറഞ്ഞത് ഒരു തിയറിയാണ്, ഒരു വിജ്ഞാപകമാണത്. ആ വിജ്ഞാനം കയ്യിൽ വന്നതിന് ശേഷം ആ വിജ്ഞാന സമ്പന്നനായവൻ എന്തു വേണം? പ്രവർത്തന പഥത്തിൽ, അനുഷ്ഠാനത്തിൽ അതങ്ങോട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ എന്തായി? നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. ഞാനിതൊക്കെ പറയുന്നുണ്ട് എൻ്റെ പ്രേക്ഷകരെ, പക്ഷെ എൻ്റെ പറച്ചലും നിങ്ങളുടെ കാണലും കേൾക്കലും ശരിയാവുന്നുണ്ടോ എന്നാണ് എൻ്റെ മനസ്സിലൊരു ഉത്കണ്ഠ. എന്താ നാം ഇവിടെ സംസാരിക്കുന്നത്? ഈ ലോക ജീവിതത്തിനെ മുഴുവൻ അപഗ്രഥിക്കുകയാണ്. എന്നിട്ട് ആ ബുദ്ധിയുടെ ശരിയായ മാർഗത്തിൽ അങ്ങോട്ട് മുന്നേറി എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. നിവൃത്തം കർമ്മസേവേദ, രണ്ട് തരത്തിലുള്ള അനുഷ്ഠാനങ്ങളാണ്. ഒന്ന് നിവൃത്തി, മറ്റൊന്ന് പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഇൻവോൾവ്മെൻ്റൽ ഇൻ ക്യാരക്ടർ. ഒന്നൊന്നിങ്ങനെ ചെയ്ത് മുൻപോട്ട് പോവുക. നിവൃത്തി എന്ന് പറഞ്ഞാലോ ഒന്നൊന്നൊന്നായിട്ട് പിൻവലിഞ്ഞ് ഉള്ളിലേക്ക് വരിക.
നിവൃത്തി ഇറ്റ് ഇസ് എ പ്രോസസ് ഓർ എ പാത്ത് ഓഫ് റെസിഷൻ. പ്രവൃത്തിയോ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ആക്ഷൻ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്? നിവൃത്തം കർമ്മസേവേദ. നിവൃത്തം, നിവൃത്തിനിഷ്ഠയിൽപ്പെടുന്ന കർമ്മങ്ങൾ എന്തോ അത് ചെയ്യുക. അതും കർമ്മം തന്നെയാണ്. വാസ്തവത്തിൽ നിവൃത്ത കർമ്മങ്ങൾ എന്താ? ശ്രവണം, മനനം, നിധിധ്യാസനം. 2010 മാർച്ച് 22 മുതൽ ഈ സംപ്രേഷണം തുടങ്ങിയതാ. ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ആഴ്ചകളിലുമുണ്ട്. ഇത്രയും കാലമായി നമ്മുടെ പ്രേക്ഷകർ ഇത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ എന്തു വേണം? നിവൃത്തം കർമ്മസേവേദ. ഈ കേൾക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, തത്വശ്രവണം. സ്വാമിജി നിങ്ങൾക്ക് തത്വകഥനമാണ് നൽകുന്നത്. നിങ്ങളോ അത് ശ്രവണത്തോടുകൂടി അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം? മനനം എന്നുള്ളതിലേക്ക് പോകണം. നിവൃത്തം കർമ്മ, ശ്രവണം, മനനം, നിധിധ്യാസനം. ഇത് മൂന്നുമാണ് നമ്മുടെ നിവൃത്തി കർമ്മം. പ്രവൃത്തി കർമ്മമോ അഗ്നി ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലി പല വിധത്തിലുള്ള സാമഗ്രികളൊക്കെ സംഭരിച്ച് അത് സമയോചിതമായി അഗ്നി കൂട്ടി അങ്ങനെ ജ്വലിക്കുമ്പോൾ അതിൽ ഹോമിക്കുക, പല മന്ത്രങ്ങളും ചൊല്ലുക, അങ്ങനെ പല ഉദ്ദേശങ്ങളും അഭിലാഷങ്ങളുമായി അത് നിർവഹിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ, കർമ്മവിശേഷങ്ങൾ, അതൊക്കെയാണ് പ്രവൃത്തി. അതിൽ ഇഹലോകം കഴിഞ്ഞാലോ പിന്നെ പരലോകത്തിലുള്ള സ്വർഗം, സത്യലോകം വരെയുള്ള നേട്ടത്തിന് വേണ്ടി അതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതായ കർമാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക. ഇതാണത്. ഇതോ നേരെ മറിച്ച് അവനവൻ്റെ വ്യക്തിത്വത്തിൽ മാത്രം അധിഷ്ഠിതമാണ് നിവൃത്തി കർമ്മം. അവനവൻ്റെ വ്യക്തിത്വത്തിൽ മാത്രം അധിഷ്ഠിതമാണത്. കേൾക്കുക, നമ്മുടെ ചെവി മാത്രമേ വേണ്ടൂ, മനസ്സും. കേട്ടുകഴിഞ്ഞ് മനനം ചെയ്യുക, അതിന് ചെവിയും വേണ്ട, മനസ്സ് മാത്രം മതി. മനനം ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നിധിധ്യാസം, ധ്യാനം എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു ചെറിയ അക്ഷരങ്ങൾ, ഒരു എൻക്വയറി, ഒരു ധ്യാന രൂപത്തിൽ മൗനജപമാണ്. ഇതാണ് നിവൃത്തകർമ്മം. അപ്പോൾ നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മത്പരസ്ത്യജേത്. അപ്പോൾ ഇതേവരെ ചെയ്തുകൊണ്ടിരുന്നതായ പ്രവൃത്തി കർമ്മങ്ങളുണ്ടല്ലോ, അതിൽ ഭൂരിഭാഗം ജനങ്ങൾ, നിങ്ങളൊക്കെ വൈദികരാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുണ്ടാവും? ക്ഷേത്രത്തിൽ പോക്കുണ്ടാവും. ശനിയാഴ്ച ഒരു ദിവസം, ബുധനാഴ്ച വേറൊരു ദിവസം, തിങ്കളാഴ്ച ഒരു ദിവസം, വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ദേവീക്ഷേത്രം, ഇങ്ങനെ മാറി മാറി പോകുന്ന ചില ചിട്ടകളും സമ്പ്രദായങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. ആ പ്രവൃത്തി കർമ്മങ്ങൾ മുഴുവനും മത്പരഹ ത്യജേത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ആവശ്യം പരമേശ്വരനാണ്, പരമാത്മാവാണ്, അന്തരാത്മാവാണ്. അങ്ങനെ ആ അന്തരാത്മാവിലോ പരമേശ്വരനോ പരിപൂർണമായി മനസ്സിനെ നിർത്തി പ്രവൃത്തി കർമ്മങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അത് മുഴുവനും അതിനോട് വിട പറയുക, ഉപേക്ഷിക്കുക. പലരും നിങ്ങളത് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഭാഗവത ഉത്തമന്മാർ, പണ്ഡിതന്മാരൊക്കെ സന്ധ്യാവന്ദനം കഴിക്കാൻ സന്ധ്യാവുമ്പോൾ പോകും. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണാവോ, ഇത് വിട്ടൊരു സന്ധ്യാവന്ദനം എന്താ അവർക്ക്, എന്താ അതിൻ്റെ ആവശ്യം? അപ്പം അതേവരെ ചെയ്തത് പുണ്യകർമ്മമല്ലേ? ആ സന്ധ്യാവന്ദനത്തിന് കൂടുതൽ വല്ലതും ഉണ്ടോ? ഭാഗവതം വായിക്കുക, അധ്യയനം ചെയ്യുക, അതിൻ്റെ ശ്ലോകങ്ങളെക്കുറിച്ച് ആലോചിക്കുക, ഉരുവിടുക, പഠിക്കാത്തത് പഠിക്കുക, വ്യാഖ്യാനമോ വിവരണമോ നോക്കണമെങ്കിൽ നോക്കുക, സാധിക്കുമെങ്കിൽ എഴുതുക. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് വിട്ടൊരു സന്ധ്യാവനം ഉണ്ടോപ്പാ? എനിക്ക് മനസ്സിലാവില്ല. എന്നാലും ബ്രാഹ്മണരും സന്ധ്യാവന്ദന പരിചയമൊക്കെ ഉള്ളതായതുകൊണ്ട് അവരത് വിടില്ല. അവരുടെ ആർഗ്യുമെൻ്റ് എന്താവും? അതെങ്ങനെയാണ് നിർത്തുക? എല്ലാം ഒരുപോലെയല്ലേ, എന്നാൽ അപ്പം അതും കൂടി ആയിക്കോട്ടെ. അത് ഞാൻ പെട്ടെന്ന് സമ്മതിക്കാൻ ഒരുക്കമില്ല. എന്താ കാരണം? ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഒരുപോലെയാ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്ത് വേണം? ഉറങ്ങണോ ഉറങ്ങാതിരിക്കണോ? ഉണ്ടാലും ഉണ്ടില്ലെങ്കിലും ഒരുപോലെയാ. എന്നാ ഉണ്ണുക അല്ലെങ്കിൽ ഉണ്ണാതിരിക്കുക. അവിടെ ആവശ്യം എന്തോ അത് ചെയ്യണം. നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മത്പരസ്ത്യജേ ജിജ്ഞാസായാം സംപ്രവൃത്തോ. അവിടെ വ്യാഖ്യാനിച്ച് പറയുക, ജിജ്ഞാസായാം സംപ്രവൃത്തോ. ജിജ്ഞാസ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ജ്ഞാതും ഇച്ഛ, തത്വമറിയണം എന്നുള്ളൊരു വിചാരത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ആ ജിജ്ഞാസയിൽ തന്നെ സംപ്രവൃത്തനായി ഗവേഷണ ബുദ്ധി മനസ്സിൽ അങ്ങോട്ട് തുടരട്ടെ, മുറിഞ്ഞു പോകാതെ നിൽക്കട്ടെ. ഈ ലോകം എങ്ങനെയുണ്ടായി, എവിടുന്നുണ്ടായി, ആരുണ്ടാക്കി, എൻ്റെ മനസ്സും ചിന്തകളും തമ്മിലുള്ള ബന്ധമെന്ത്, ഈ ബാഹ്യപ്രപഞ്ചം വാസ്തവത്തിൽ സ്വതന്ത്രമായി നിൽക്കുന്നുണ്ടോ, അതോ എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും മൂലം രചിക്കപ്പെടുന്നതാണോ? ഇത് അവർ രചിക്കുന്നതാണോ? വാസ്തവത്തിൽ ബാഹ്യമുണ്ടോ ആന്തരമുണ്ടോ? അതോ ഒരേ ഒരു സാധനവും ആന്തരവും ബാഹ്യവും ആയിത്തീരുകയാണോ? ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കണം. ഈ ആലോചിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? ബുദ്ധി. അതിനെ സഹായിക്കുന്നത് എന്താ? മനസ്സ്. അങ്ങനെ മനസ്സും ബുദ്ധിയും കൂടി നടത്തുന്നതാണ് ഈ പ്രവൃത്തി. അതും ഒരു പ്രവൃത്തിയാണ്. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെയോ ശരീരത്തിൻ്റെ അംഗങ്ങളും ഇന്ദ്രിയങ്ങളും കൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ്.
ശാരീര പ്രവർത്തനത്തെക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് മാനസപ്രവർത്തനം, ബൗദ്ധ പ്രവർത്തനം. അപ്പം മനസ്സും ബുദ്ധിയും കൂടി നടത്തുന്ന ജിജ്ഞാസയ്ക്ക് എത്ര ഫല? ഈ ബാക്കിയുള്ള കർമ്മങ്ങളെക്കാളും ഒക്കെ എത്രയോ കൂടുതൽ ഫലമാണതിന്. ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം കർമ്മചോദനാം ന ആദ്രിയേത്. വേദങ്ങൾ വിധിച്ചിട്ടുള്ളതോ സ്മൃതികൾ വിധിച്ചിട്ടുള്ളതോ ആചാരം വിധിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതിനെ ആദരിക്കരുത്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ വരുമ്പോഴാണ് കേട്ട് രസിക്കും. പക്ഷെ ആ കേക്കലിലും രസിക്കലിലും മാത്രം ഒതുങ്ങി നിൽക്കും നിങ്ങളുടെ അനുഷ്ഠാനം. കേട്ട് രസിക്കുക. കർമ്മചോദനയെ ആദരിക്കരുത്. വേദങ്ങൾ പറഞ്ഞാലും കൊള്ളാം, ശാസ്ത്രങ്ങൾ പറഞ്ഞാലും കൊള്ളാം, ഞാൻ ഭക്തനാണ്, എനിക്ക് ആശ്രയം ഭഗവാനാണ്. ആ ഭഗവത് ചിന്ത, ഭഗവത് സ്മരണ, ഭഗവാനെ സംബന്ധിച്ച അന്വേഷണം, അതിനുവേണ്ടിയുള്ള ശ്രവണം, അതിനുവേണ്ടിയുള്ള മനനം, അതിനുവേണ്ടിയുള്ള ധ്യാനം, ഇതൊഴികെ എനിക്ക് ഒരു നിഷ്ഠയുമില്ല. തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ഠാഹ തത്പരായണാഹ, ഇത്രേ പാടുള്ളൂ. അതിനെക്കുറിച്ച് ആലോചിച്ച് ഗ്രഹിക്കാൻ നോക്കിക്കൊണ്ട് ഈ സത്യം ഞാനാണ്, ഞാൻ എന്നത് സൂചിപ്പിക്കുന്നത് അതിനെയാണ്, അത് എൻ്റെ ഉള്ളിലാണ്, അതുതന്നെയാണ് ഞാൻ എന്നിങ്ങനെ തദാത്മാനഃ തന്നിഷ്ഠാഹ. ഈ ശ്രവണവും മനനവും ഒക്കെ ഒരു നിഷ്ഠയായി തീരണം. അതിന് മീതെ ഒരു അശ്വമേധ യാഗമില്ല, ഒരു രാജസൂയ യാഗമില്ല, അതിനു മേലെ ഒരു തപസ്സില്ല, ഒരു വ്രതമില്ല, ഒന്നുമില്ല, കൃച്ഛ്രവും ഇല്ല, ചാന്ദ്രായണവും ഇല്ല. ഇത് തന്നെ എല്ലാം മേലെ സർവസ്വം എന്നുള്ള വിചാരത്തോടുകൂടി തന്നിഷ്ഠാഹ തത്പരായണാഹ, അതിനെ ആശ്രയിക്കുക. എല്ലാവിധത്തിലുള്ള സൗഭാഗ്യത്തിനും, ഇപ്പൊ സ്വർഗം വേണമെങ്കിൽ സ്വർഗത്തിന്, വൈകുണ്ഠം വേണമെങ്കിൽ വൈകുണ്ഠത്തിന്, അല്ല ഇവിടെ തന്നെ മോക്ഷം വേണമെങ്കിൽ അതിന്, എല്ലാറ്റിനും ഇത് മാത്രം മതി. തത്പരായണാഹ, അതാണ് നമുക്ക് ആവശ്യം. ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. ഇത്ര വിശേഷമായിട്ടുള്ള നിർദ്ദേശം അതെന്നറിയോ നിങ്ങൾക്ക്? നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. മനുഷ്യജന്മത്തിൽ 2 തരത്തിലുള്ള ജിജ്ഞാസയാണ്. എന്താ 2 തരത്തിലുള്ള ജിജ്ഞാസ? അഥാതോ ധർമ്മജിജ്ഞാസ, അഥാതോ ബ്രഹ്മജിജ്ഞാസ. ആദ്യം ഈ ലോകത്തിൽ ധർമ്മം എന്താ, അധർമ്മം എന്താ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊള്ളേണ്ടതെന്താ, തള്ളേണ്ടതെന്താ, അനുലോമമെന്ത്, പ്രതിലോമമെന്ത്, ശ്രേഷ്ഠമെന്ത്, അശ്രേഷ്ഠമെന്ത് എന്നിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ജിജ്ഞാസ. ഇതാണ് തുടക്കത്തിൽ. അങ്ങനെ ധർമ്മജിജ്ഞാസയോടുകൂടി ഒരുത്തൻ ധർമ്മിഷ്ഠനായി തീർന്നു എന്നുണ്ടെങ്കിലോ അതിലെല്ലാം നിൽക്കുന്നുണ്ടോ? നിൽക്കുന്നില്ല. ധർമ്മിഷ്ഠത പോലും എന്തിനാ? അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. സർവേ വേദായത് പദമാമനന്തി. വേദങ്ങൾ അധ്യയനം ചെയ്യുന്നു. ആ അധ്യയനം ചെയ്യുന്നതും അനുസരിക്കുന്നതും മാത്രമാണോ? അല്ല. വേദങ്ങൾ നമ്മെ ഒരു പദത്തിലേക്ക്, ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ സ്ഥാനം എന്താ എന്ന് മനസ്സിലാവണം. വെറുതെ ഇങ്ങനെ വേദങ്ങൾ ചൊല്ലി ചൊല്ലി കാലം കഴിച്ചു കൂട്ടുകയല്ല. ഈ ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒരു ലക്ഷ്യനിർവഹണമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് പറയാം. തപാംസി സർവാണി ച യദ്വദന്തി. ഈ ലോകത്തിൽ പല തപോനുഷ്ഠാനങ്ങളുമുണ്ട്. ആ തപോനുഷ്ഠാനങ്ങൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താ? എന്തോ ഒന്ന് പ്രാപിക്കണം, കൈവരിക്കണം, നേടണം, ഉൾക്കൊള്ളണം. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി. ബ്രഹ്മചര്യം എന്ന് പറയുന്ന നൈഷ്ഠിക ബ്രഹ്മചര്യം, ആജീവനാന്തമുള്ള ബ്രഹ്മചര്യം എന്തുദ്ദേശിച്ചിട്ടാണോ കൈക്കൊള്ളുന്നത് അത് ഞാൻ ചുരുക്കി പറയാമെന്ന് പറയാം. അപ്പം ബാക്കി എല്ലാറ്റിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് ബ്രഹ്മം. അഥാതോ ബ്രഹ്മജിജ്ഞാസ. ആദ്യം ദ ഡൂസ് ആൻഡ് ഡോൺസ് അറിയാൻ വേണ്ടി ധർമ്മജിജ്ഞാസ. ഈ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ഹെൽപ്പോടുകൂടി ഞാൻ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, അതെങ്ങനെ സാക്ഷാത്കരിക്കാം, അതിനുള്ള വഴിയെന്ത്, ഈ ആലോചനയാണ് ബ്രഹ്മജിജ്ഞാസ. അതാണ് ഇവിടെ പറയുന്നത്. ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം. ആ ജിജ്ഞാസ എന്ന് പറയുന്ന അത് ഏറ്റെടുത്ത് അതിനെ പിന്തുടർന്നുകൊണ്ട് കർമ്മചോദനയെ മുഴുവനും വിട്ടുകളയുക. ചിലരുണ്ട് അതും ആയിക്കോട്ടെ ഇതും ആയിക്കോട്ടെ, അതെങ്ങനെയാ രണ്ടും കൂടിയിട്ട്?
ഒരു കാലെടുത്ത് മറ്റേ കാലില്ലാത്തടത്ത് വച്ചാലേ ഇതെടുത്ത് പിന്നെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ചെയ്താൽ ഇതൊരിക്കലും സഫലമാകാൻ പോകുന്നില്ല. ഞാൻ ഒന്ന് വിട്ടിട്ട് വേണം വേറെ ഒന്ന് പിടിക്കാൻ, അല്ലെങ്കിൽ പറ്റില്ല. യമാൻ അഭീക്ഷ്ണം സേവേത നിയമാൻ മത്പരക്വചിത് മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മതാത്മകം. കൃഷ്ണൻ പറയണതാണ് ഇതൊക്കെ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതം ഉയരാത്തത് എന്തുകൊണ്ടാണ്? ഉയരാനുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് വേണം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കുറേ ഗീതയോ മറ്റുള്ള ശാസ്ത്രങ്ങളോ വായിച്ചിട്ടുണ്ടാവും, വായിച്ച് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ധാരണം കിട്ടി എന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരാൾ വേണം. ആര്? ഗുരു. അതിവിടെ പറയുക. യമാൻ അഭീക്ഷ്ണം സേവേത നിയമാൻ മത്പരക്വചിത്. യമം നിയമം എന്ന് പറയുന്നത് സ്വതവേ അഷ്ടാംഗ രാജയോഗത്തിൻ്റെ 2 പ്രധാന ഘടകമാണത്. യമം നിയമം, പ്രാണായാമം, പ്രത്യാഹാരം എന്നിങ്ങനെ പോകുന്നത്. യമം എന്ന് പറയുന്നത് എന്താ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതാണ് യമങ്ങൾ. നിയമമോ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. പലരും ചോദിക്കും, എന്താണ് ഈ ഹിന്ദുധർമ്മം എന്ന്? ഇതാണ് ഹിന്ദുധർമ്മം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഈ യമം എന്ന് പറയുമ്പോൾ മെന്റോ ഇന്റലക്ച്വൽ മോറൽ ഡിസിപ്ലിൻസ് ആണിത്. നിയമം എന്ന് പറയുന്നതോ കുറേയൊക്കെ ബാഹ്യവും ശാരീരികവുമാണ്. യമം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അഹിംസ നമ്മുടെ മനസ്സിലാണത്. മറ്റൊരാളെ ഉപദ്രവിക്കത്തക്ക വിധത്തിൽ ഒന്നും ചിന്തിക്കാതിരിക്കുക. ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കില്ലല്ലോ. സത്യം നിങ്ങൾക്കറിയാവുന്നതാണ്, സത്യസന്ധത. അസ്തേയം അത് ഞാൻ വിവരിക്കേണ്ടായി. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഏകാഗിയായി ഇരിക്കുക. കല്യാണം കഴിച്ചവർക്കും പരിശീലിക്കേണ്ടതാണ് ബ്രഹ്മചര്യം. എപ്പോൾ നോക്കിയാലും അവർക്ക് ഒരു മെയ്റ്റിംഗ് സീസൺ എന്ന് വിചാരിക്കാൻ പറ്റില്ല. മനുഷ്യർക്ക് മാത്രമേ എല്ലാ കാലവും അനുവദിച്ചിട്ടുള്ളൂ. മൃഗങ്ങൾക്കാണെങ്കിൽ കൊല്ലത്തിലൊരു സീസണുണ്ട്. മനുഷ്യർക്ക് ഡെയിലി ആ സീസൺ അവരുടെ. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം വേണം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ നീളം കൂട്ടി വന്ന് ദാമ്പത്യ വിനോദത്തിൻ്റെ എണ്ണങ്ങളും ഇൻസ്റ്റൻസസും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രഹ്മചര്യത്തിൻ്റെ ഉദ്ദേശം. അപരിഗ്രഹമോ ഒരു സാധനവും മറ്റൊരാളുടെ അടുത്തുനിന്ന് സമ്മാനമായിട്ടോ വെറുതെ ആയിട്ടോ മേടിക്കരുത്. നിങ്ങൾ ജോലിയെടുത്തോളൂ, അധ്വാനിച്ചോളൂ, വേതനം സമ്പാദിച്ചോളൂ. അതിൽ നിന്ന് കിട്ടുന്നത് എന്തോ അതുകൊണ്ട് അനുഭവിക്കുക. മറ്റൊരാൾ നമുക്ക് സമ്മാനം തന്നു കഴിയണം എന്ന് വിചാരിക്കരുത്. അതൊരു വലിയ അഭിമാനം. അപരിഗ്രഹം. വെറുതെ കിട്ടിയാൽ ചെറിയമ്മയ്ക്കും 2 എന്ന് പറയും. വെറുതെ കിട്ടുകയാണെങ്കിൽ ചെറിയമ്മയ്ക്കും കൂടി 2 തനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും അല്ല, ചെറിയമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന്. അങ്ങനെയുള്ള ഒരു മനസ്ഥിതി പറ്റില്ല. അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇത് ഫൈനർ ഡിസിപ്ലിൻസാണ്. ബാഹ്യമായിട്ടുള്ളതോ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇതിലെ ശൗചം നിങ്ങൾക്കറിയാം, വൃത്തിയോടും വെടുപ്പോടും കൂടിയിരിക്കുക. സന്തോഷം, മനസ്സിലെപ്പോഴും സന്തോഷം പുലർത്തുക. തപസ്, ആ തപസ്സിൽ ആദ്യം ശാരീരികമായ തപസ്, ഒരിക്കലിരിക്കുക, ഏകാദശിക്ക് വേണ്ടി വന്നാൽ ഉപവസിക്കുക എന്നിങ്ങനെ പലതുകൊണ്ട് സംസാരിക്കാതെ ഇരിക്കുക, മൗനം ദീക്ഷിക്കുക, എന്തെങ്കിലും സ്തോത്രങ്ങൾ പ്രതിദിനം വായിക്കുക. സ്വാധ്യായം, ശാസ്ത്രങ്ങളെടുത്ത് ഭഗവത്ഗീതയോ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളോ എടുത്ത് വായിച്ച് പഠിക്കുക. ഈശ്വര പ്രണിധാനം, ഈശ്വരനെ തൃപ്തിപ്പെടുത്താനുള്ള എന്തുണ്ടോ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമസ്കരിക്കാം. ഒരു പ്രതിദിനം ഒരു 21 തവണ ഈശ്വരനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പോലും വലിയ എക്സസൈസായി. അത് താൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈശ്വരൻ്റെ സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചിലത് ഈശ്വരന് കൊടുക്കുന്ന ഒരു രീതി വളർത്തുക. ഇതൊക്കെയാണ് നിയമം. യമാൻ സേവേത സതതം ന നിയമാൻ കേവലാനപി യമാൻ പതത്യകുർവാണോ നിയമാൻ കേവലാൻ ഭജൻ. യമാൻ സേവേത സതതം ന നിയമാൻ കേവലാനപി. ഈ യമം എന്ന് പറയുന്ന യമങ്ങളുണ്ടല്ലോ, അതിനെ ഒരിക്കലും വിടരുത്. ദേ ആർ ദ ഡിസിപ്ലിൻസ്, ദേ ആർ ദ വാച്ച് വേർഡ്സ്, ദേ ആർ ദ വാച്ച് വേർഡ്സ് ടു ഗൈഡ് യുവർ ആക്ടിവിറ്റി, ടു ഗൈഡ് യുവർ ഇൻറ്ററാക്ഷൻ. അതിലാണ് മൂല്യങ്ങളുള്ളത്, നിയന്ത്രണങ്ങളുള്ളത്. ആ മൂല്യ നിയന്ത്രണങ്ങൾ ഭാഗം ഒരിക്കലും വിടരുത്. ന നിയമാൻ കേവലാനപി. കാലത്തെണീറ്റ് കുളിക്കും, കേമായിട്ട് ഭസ്മം ധരിക്കും, ചന്ദനം പൂശും, ഒന്ന് എല്ലാവരും കാണച്ചൊല്ലി ഒന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി വരും, ഒക്കെ സമ്മതിച്ചു. തൻ്റെ പ്രവൃത്തിയും ചിന്താഗതിയും എന്താന്ന് പറയൂ. നുണ പറയുന്നുണ്ടോ? അതൊക്കെ പറയേണ്ടി വരും. അപ്പോൾ പോയി കാര്യം. ഈ കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ട് എന്താ കാര്യം? അപ്പം അച്ചടക്കം എന്ന് പറയുന്നത് ഉള്ളിലാണ് വേണ്ടത്. അത് വളരെ പ്രധാന. യമാൻ സേവേത സതതം. നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും വ്യവഹാരത്തെയും
നിയന്ത്രിച്ച് പരിശുദ്ധമാക്കി തീർക്കുന്നതായ അച്ചടക്കങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ടുകളയരുത്. എണീക്കുക, കുളിക്കുക, ഭസ്മം തൊടുക, നമസ്കരിക്കുക, ഇതൊക്കെ പുറമേയുള്ള ചരിത്രങ്ങളാണ്. അത് മാത്രമായിട്ട് അനുഷ്ഠിക്കരുത്. യമാൻ പതത്യ കുർവാണോ നിയമാൻ കേവലാൻ ഭജൻ. കുളിക്കും, പൊട്ടിടും, നല്ല മുണ്ടൊക്കെ ഉടുക്കും, എല്ലാവരും കാണച്ചൊല്ലി പോവും, ഒരു മാല ജപിക്കും. അത് മാത്രം ചെയ്തുകൊണ്ട് യമം അവഹേളിച്ചു എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അധപ്പതിക്കുന്നു, അധപ്പതിക്കുന്നു, അധപ്പതിക്കുന്നു. അതാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞത്. യമാനഭീക്ഷ്ണം സേവേത നിയമാൻ മത്പരഃ ക്വചിത് മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മദാത്മകം. മദഭിജ്ഞം ഗുരും ശാന്തം. തന്നെ ഇരുന്ന കാര്യങ്ങൾ നടക്കില്ല. ഒരു ഗുരു നിങ്ങൾക്ക് വേണം, സദ്ഗുരു. ആ സദ്ഗുരു എങ്ങനത്തവനാവണം? മദഭിജ്ഞം ഗുരും ശാന്തം. അദ്ദേഹം ഒരു ശാന്തതയുള്ളവനാണ്. അങ്ങോരും വലിയ ബഹളക്കാരനാണെങ്കിലോ ബഹളം തന്നെ ബഹളം, അത് പറ്റില്ല. അങ്ങനെ വെപ്രാളം കാണിക്കുന്ന ഒരാളാകരുത്. നല്ല ഒരു ഗുരു ശാന്തനായിരിക്കും, ആത്മതൃപ്തനായിരിക്കും, ഉൾവീക്ഷണമായിരിക്കും അദ്ദേഹത്തിന് എപ്പോഴും. മദഭിജ്ഞം, അതെങ്ങനെ കിട്ടണു? ഈശ്വരനെ വേണ്ടതുപോലെ അറിയുന്നത് കൊണ്ട്. മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത. അദ്ദേഹത്തെ പോയി സേവിക്കൂ, അദ്ദേഹത്തെ ശുശ്രൂഷിക്കൂ. മദാത്മകം, ആ ഗുരുവാണ് വാസ്തവത്തിൽ മദാത്മകൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഈശ്വരീയമാണ്. ഈശ്വരനോടുകൂടി താതാത്മ്യം പ്രാപിച്ചവനാണ് അദ്ദേഹം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യഗ് ബ്രഹ്മവിചാരപൂർവമുഭയോരേകത്വബോധാദ്വിന കൈവല്യം പുരുഷസ്യ സിദ്ധ്യതി പരബ്രഹ്മാത്മതാ ലക്ഷണം. എന്താ അതിനർത്ഥം? നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന സത്തയും പരബ്രഹ്മവും ഒന്നാണെന്നുള്ള അനുഭവം നേടിയിട്ടുള്ളവൻ, ഒരു ബ്രഹ്മവിദ് വരിഷ്ഠൻ, ബ്രഹ്മനിഷ്ഠൻ. അങ്ങനെയുള്ള ഒരു ഗുരുവെ സമീപിച്ച് അദ്ദേഹത്തിനെ ഉപാസിക്കൂ. ഈ ഗുരുവിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന് പുറപ്പെടുന്ന ഒരാൾ എങ്ങനത്തവനാവും? ആ ആള് നിവൃത്തി കർമ്മ നിരതനാണ്, പ്രവൃത്തി കർമ്മം വിട്ടവനാണ്. പ്രവൃത്തി കർമ്മം വിടുക എന്ന് പറഞ്ഞാലോ, ദേവർഷി ഭൂതാപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായമൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. നവയോഗി സംഭാഷണത്തിലുള്ളതാണത്. ദേവർഷി ഭൂതാപ്തനൃണാം പിതॄണാം. ഞാനിതൊക്കെ പറഞ്ഞു തരാം, നിങ്ങളിത് ഉൾക്കൊള്ളൂ, അനുസരിക്കോ. ചെറുപ്പകാലം മുതൽക്ക് വല്ല ചില ആചാരങ്ങളും, ചിലരെയൊക്കെ പൂജാമുറിയിൽ ചെന്നാൽ കാണാം ഒരു 68 പടം, അതിന് മുഴുവൻ പൊട്ടു തൊടിയിക്കണം. ചില ദിവസം തൊടിയിച്ചില്ലെങ്കിൽ മനസ്സിന് വിഷമവും. ഈ 68 ദൈവങ്ങളുണ്ടോ വാസ്തവത്തിൽ? ഒരു പൂജാമുറിയിൽ ഒന്നിലോ ഒരു പടവും വയ്ക്കണ്ട, അല്ലെങ്കിൽ ഒരു പടം വയ്ക്കാം. ആ ഒരു പടത്തിന് പകരം 60 എണ്ണം വെച്ചാൽ നിങ്ങൾ ആരെയാ നോക്കാൻ പോണേ? സാധാരണ പല നിറത്തിലുള്ള സാരിയും ബ്ലൗസും ധരിക്കുന്ന മാതിരി നമ്മുടെ ദൈവത്തിനും കൊടുത്തു സാരിയും ബ്ലൗസും അനവധി. ഈ അനവധി എന്ന് പോവാനാണല്ലോ ഒരു ഈശ്വരനെ പൂജിക്കുന്നതോ സേവിക്കുന്നതോ. ആ ഈശ്വര പൂജയിലും നിങ്ങൾ 108 എണ്ണം കൊടുന്നാൽ എങ്ങനെയാ? നോക്കൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കണേന്ന്. ദേവർഷി ഭൂതാപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായമൃണീചരാജൻ. ശരിയായി ഏകഭക്തിയോടുകൂടി ഈശ്വരനെ പ്രാപിക്കുന്നവനുണ്ടല്ലോ, എന്താത്? സർവാത്മനായ ശരണം ശരണ്യം. സർവാത്മാവായി എല്ലാ ഭാവങ്ങളോടും കൂടി ആരാണോ ശരണ്യനായിരിക്കുന്ന ഹരിയെ ശരണം പ്രാപിക്കുന്നത്, ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. കർത്തം പരിഹൃത്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്തൃഭാവത്തെ ഉപേക്ഷിച്ച്. ഈ ഭൂമി രചിച്ചത് ഞാനല്ല, ഭൂസന്തതിയായിരിക്കുന്ന ഞാൻ ആരുടെയും രചനയല്ല, പ്രകൃതിയുടെ രചനയാണ്. ആ പ്രകൃതി തന്നിട്ടുള്ള കയ്യും കാലും മനസ്സും കണ്ണും മൂക്കും ബുദ്ധിയുമൊക്കെയാണ്. അപ്പം ഈ ഉപകരണങ്ങൾ ഇവിടെ എന്തെല്ലാം പ്രവൃത്തികൾ നിർവഹിക്കുന്നുവോ അതൊരൊറ്റ എണ്ണം ഞാൻ എന്ന് പറഞ്ഞ്, എൻ്റെ എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ എനിക്കില്ല. അങ്ങനെ അഹങ്കാരവും മമതയും കർത്തൃഭാവം കളഞ്ഞ് ആരാണോ എന്നെ സർവാത്മനാ ശരണം പ്രാപിക്കുന്നത് ആ ആൾക്കുണ്ടല്ലോ, ദേവർഷി ഭൂതാപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായമൃണീചരാജൻ. ആ ആള് പഞ്ചമഹായജ്ഞങ്ങൾ നടത്തണം എന്നാണ് ശാസ്ത്രവിധി. ആ പഞ്ചമഹായജ്ഞങ്ങളൊന്നും നടത്താൻ അയാളെ ഉറ്റുനോക്കേണ്ട ഒരാളും. ദേവന്മാർക്കോ ഋഷിമാർക്കോ ഭൂതങ്ങൾക്കോ ബന്ധുബാന്ധവന്മാർക്കോ പിതൃക്കൾക്കോ ഒരൊറ്റ ആൾക്കും ഈ ആള് കിങ്കരനല്ല, അവരുടെ ഭൃത്യനല്ല. അവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചത് കൊടുക്കാനുമില്ല അയാൾക്ക്. എന്താ കാരണം?
ആ ആൾ ശരണം പ്രാപിച്ചിരിക്കുന്നത് മുകുന്ദനെയാണ്, മോക്ഷദാതാവിനെയാണ്. അതെങ്ങനെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്? കർത്തൃഭാവത്തെ തന്നെ വിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ എനിക്കൊന്നുമില്ല, എൻ്റെ എന്ന് അവകാശപ്പെടാൻ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ഞാനും എൻ്റേതും രണ്ടും കംപ്ലീറ്റായിട്ട് പോയി ആ പോകുന്നതിലൂടെയാണ് ശരണപ്രാപണം. അങ്ങനെ ശരണം പ്രാപിച്ചിട്ടുള്ളവനുണ്ടല്ലോ, ആ ആള് ദേവന്മാർക്ക് ദാസനല്ല, മഹർഷിമാർക്ക് കിങ്കരനല്ല, ആർക്കും ഒന്നും ഇട്ട് കൊടുക്കാനില്ല, കടപ്പെട്ടവനുമല്ല. ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. അങ്ങനെയുള്ളവരാണ് എന്താ ചെയ്യുന്നത്? നമോ ഭോ ദേവാഃ പിതരശ്ച തർപ്പണ വിധൗ നാഹം ക്ഷമക്ഷമ്യതാം. സന്ധ്യാവന്ദനം 2 നേരം സന്ധ്യാവന്ദനം മുടങ്ങാതെ നടത്തണം എന്നൊക്കെയാണ് പ്രമാണം, പൂണൂലുള്ളിടത്തോളം കാലം. അപ്പം ആ സന്ധ്യാവന്ദനമേ ഇനി എനിക്ക് മുടങ്ങാതെ നിന്നെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ എന്നേക്കുമായി വന്ദിക്കുന്നു, നിനക്ക് ഭദ്രം വരട്ടെ. ഈ ഒരാൾ ഇനി അത് കൊണ്ടു നടക്കാൻ ശക്തനല്ല. ഭോ സ്നാനതുഭ്യം നമോ. സ്നാനമേ നിനക്കും ഇതാ ഞാൻ നമസ്കാരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭോ ദേവാഹ ദേവന്മാരെ, പിതരഹാച്ച പിതൃക്കളെ, തർപ്പണവിധൗനാഹം ക്ഷമക്ഷമ്യതാം. നിങ്ങൾക്ക് അമാവാസി നോക്കി വിശേഷ ദിവസങ്ങൾ നോക്കി തർപ്പണങ്ങളൊക്കെ കൊണ്ടു നടത്താൻ അതും എനിക്ക് സാധിക്കില്ല. എൻ്റെ മനസ്സിലുള്ള കർത്തൃഭാവമൊക്കെ പോയി, ലോകത്തിൽ വിവിധം എന്നുള്ള തോന്നലും പോയി. ഇവിടെ എല്ലാം കൂടി ഒരു മുകുന്ദനും ഒരു നാരായണനും ഒരു ഹരിയുമേ ഉള്ളൂ, പരമ കല്യാണനിധിയായിരിക്കുന്ന ഒരു ഹരി. അദ്ദേഹത്തിനെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും സംസാരിച്ചും സ്മരിച്ചും വ്യവഹരിച്ചും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഈ നിങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് വേറെ വിചാരിച്ച് പ്രത്യേക ദിവസങ്ങളിൽ നിങ്ങൾക്ക് തർപ്പണം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. ഞാൻ എന്താ ചെയ്യുന്നത് എന്നറിയോ? എത്ര ക്വാപി നിഷദ്യ. എവിടെയെന്ന് വെച്ചാൽ അവിടെ, അത് കുളത്തിനടുത്താണെങ്കിൽ അവിടെ, വീട്ടിലാണെങ്കിൽ അവിടെ, കിടപ്പുമുറിയിലാണെങ്കിൽ അവിടെ, തൊഴിൽശാലയിലാണെങ്കിൽ അവിടെ. എത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തംസസ്യ കംസദ്വിഷഃ. യാദവകുലോത്തംസനും കംസദ്വേഷിയുമായിരിക്കുന്ന ആ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണനെക്കുറിച്ച് സ്മാരമഹം ഹരാമി. അദ്ദേഹത്തെക്കുറിച്ച് ഇരുന്നേടത്തിരുന്ന്, എവിടെ ഇരുന്നാലും കൊള്ളാം, ഒരു പൂജാമുറി ഉണ്ടാക്കി അവിടെ ഇരിക്കാൻ പോണില്ല, ഒരു തീർത്ഥകേന്ദ്രം തേടി ഞാൻ ചെല്ലാൻ പോകുന്നില്ല, ഇരുന്നേടത്ത് ഞാൻ വൈകുണ്ഠം രചിക്കാനാ പോകുന്നത്. എത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തംസസ്യ കംസദ്വിഷഃ സ്മാരമഘം ഹരാമി. ഓർത്തോർത്ത് കൃഷ്ണസ്മരണയിൽ എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും ഞാൻ കഴുകിക്കളയാം. മന്യേനമേ. അത് വിട്ട് പിന്നെ വേറെ എന്തിനാ എനിക്ക് വേറെ ഒരു അഭ്യാസമോ അധ്യയനമോ മുറയോ രീതിയോ നിഷ്ഠയോ? ഇതാണ് ആ മനുഷ്യന്റെ നില. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോയി മതാത്മകം ഗുരും ഉപാസീത. ഗുരുവിനെ എങ്ങനെ കാണണം? ഗുരുദേവതാത്മാ. ആ ഗുരുവിനെ ദേവനായി, ഈശ്വരനായി, തൻ്റെ സ്വന്തം അന്തരാത്മാവായി കാണണം. ഗുരുവിനെ പലതരത്തിലാണ് വിവരിക്കുന്നത്. ഇവിടെ കൃഷ്ണൻ ഉദ്ധവഗീതയിൽ പറയുന്നതാണ് ഇത്. ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? അതൊരു സാധനാഗ്രന്ഥമാണ്, ജ്ഞാനമാണ് അവിടെ പ്രധാനം. ശ്രോത്രിയോ അവൃജിനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഃ. വേദം നല്ലപോലെ പഠിച്ച് ഗ്രഹിച്ചിട്ടുള്ള ഒരാളാകണം ആചാര്യൻ, ബ്രഹ്മനിഷ്ഠനാകണം, ഒരു വിധത്തിലുള്ള പാപപ്രവൃത്തിയിലും ഇടപെട്ടിരിക്കരുത്, അങ്ങനെയുള്ള ഒരാൾ എന്ന് പറയും. അത് അവിടുത്തെ എക്സ്പ്ലനേഷനാണ്. ഇവിടെയുള്ള എക്സ്പ്ലനേഷൻ വേറെയാണ്. മദഭിജ്ഞം ഗുരും ശാന്തം. എന്നെ അറിയുന്ന ശാന്തനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവുക. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ എന്താ സംഭവിക്കുക? സ്വീയം സാമ്യം വിധത്തേ ഭവതി നിരുപമഃ തേനവാ അലൗകികോപി. സ്വീയം സാമ്യം വിധത്തേ. ആ ഗുരു തൻ്റെ നിലയെന്തോ ആ നില ശിഷ്യനങ്ങോട്ട് പകർന്നു കൊടുക്കും. എന്നിട്ട് തന്നെ പോലെ ആക്കി തീർക്കും. ആരെ? ശിഷ്യനെ. ഇതാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഗുരുവിൻ്റെ അടുത്ത് നാം പോകുന്നത് എന്തിനാ? ആ ഗുരുവിനെ ശുശ്രൂഷിക്കണം. ഉപാസീത എന്നാ പറയുന്നത്. ആ ഗുരുവിനെ ശുശ്രൂഷിക്കുക. ശുശ്രൂഷണം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം എന്താ? ശ്രോതുമിച്ഛ ശുശ്രൂഷ. അദ്ദേഹം പറയുന്നത് കേൾക്കണം.
ആ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും പറയില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പറയാത്ത സമയങ്ങളിൽ എന്തു ചെയ്യും? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാം ഉണ്ടോ ആ പ്രവൃത്തികളിൽ പങ്കാളികളായി അദ്ദേഹത്തിന് ദേഹശുശ്രൂഷയാണെങ്കിൽ അത്, അദ്ദേഹത്തിൻ്റെ കർമ്മത്തിനുള്ള സഹായമാണെങ്കിൽ അത്, എന്തു വേണോ അത്. പോസ്റ്റ് ഓഫീസിൽ പോയി ലെറ്റർ മേടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞാൽ അത്, ഈ വിറകൊന്ന് തീപ്പൂട്ടായി അടുപ്പ് എന്ന് പറഞ്ഞാൽ അത്, എന്തുണ്ടോ അത്, അതാണ് നമുക്ക് ആവശ്യം. ശ്രീകൃഷ്ണൻ എന്താ ഇവിടെ പറഞ്ഞത്? ഈ ബാഹ്യലോകത്തോടും ലോകവസ്തുക്കളോടും നമുക്ക് തോന്നുന്നതായ സത്യബുദ്ധി ഉണ്ടല്ലോ, അത് വാസ്തവമാണ് എന്ന് തോന്നണത്, അത് വാസ്തവമല്ല എന്ന് ധരിക്കണം എന്നാണ് പറയുന്നത്. വാസ്തവമല്ല എന്ന് ധരിക്കാനുള്ള കാരണങ്ങൾ എന്താ? ഈ പുറത്ത് കാണുന്ന സ്ഥൂലത്വം ഒന്നും നമ്മളെവിടെയാണ് അനുഭവിക്കുന്നത് മനസ്സിലാണ്. മനസ്സിൽ സ്ഥൂലത്വം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മനസ്സെങ്ങാനും സ്ഥൂലമായിട്ടൊരു കെട്ടിടത്തിനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആ കെട്ടിടം ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങില്ല. അപ്പോൾ ഇപ്പോൾ പറയുകയാണ് എൻ്റെ കൂടെയുള്ളവരെ, ഇതിങ്ങനെ തൊട്ടു നോക്കുന്നുണ്ടല്ലോ സ്വാമിജി, അപ്പോൾ അത് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കൂ, ഈ തൊടുന്നു എന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭവമാണെന്ന്. ഞാനിങ്ങനെ ഒരു സാധനത്തിനെ കെട്ടിപ്പിടിച്ചു, ഇതാ ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ടുണ്ട്, ഇത് തൊട്ടു നോക്കി എന്ന് പറയുന്നുണ്ടല്ലോ. കണ്ണ് കാണുന്നു, തൊലി തൊടുന്നു. ഈ കണ്ണിനെ പോലെ തന്നെയാണ് ത്വക്ക്. ഈ തൊടുന്നു എന്ന് പറയുന്നതും മനസ്സിലുള്ള അനുഭവമാണ്. തൊട്ടത് കൊണ്ടത് ബാഹ്യമായില്ല. നമുക്ക് 5 തരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ്, 5 ഇന്ദ്രിയാനുഭവങ്ങളാണ്. കണ്ണ് ദൂരത്ത് നിന്ന് കാണുന്നു, ചെവി ദൂരത്ത് നിന്ന് കേൾക്കുന്നു, മൂക്കാവുമ്പോഴോ ദൂരത്തുനിന്ന് മണക്കില്ല. ആ മണമുള്ളത്, ആ മണക്കാറ്റ് മൂക്കിൻ്റെ ഉള്ളിൽ നുഴഞ്ഞ് കയറിയാലേ മണം ഉണ്ടാവുള്ളൂ. നാവിലോ പുറമേയുള്ള വസ്തു ചുണ്ടത്ത് കൊണ്ടുവച്ചാൽ രുചി ഉണ്ടാവില്ല. അത് വായുടെ ഉള്ളിൽ വെച്ച് സലൈവറി ഗ്ലാൻസോടുകൂടി മിക്സ് ചെയ്ത് കടിച്ച് ചവയ്ക്കുമ്പോഴേ അതിന് രസമായുള്ളൂ. അപ്പം കണ്ണുകൊണ്ട് അകന്നിരുന്നാലേ ഇന്ദ്രിയാനുഭവമായുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നാവിനെ സംബന്ധിച്ചിടത്തോളം നാവിൽ തൊടണം, ചവയ്ക്കണം, മൂക്കിൻ്റെ ഉള്ളിൽ കയറണം, ത്വക്കിങ്ങനെ തൊട്ട് തലോടി നോക്കണം. ഈ തലോടലും കാണലും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല 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 ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? തൊട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ വിശേഷം? തൊടൽ പോലും. ഇപ്പം നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ പതുക്കെ ഞാൻ തുറന്നിട്ട് അതിലൊരു സ്വർണ്ണ നാണയമോ അല്ലെങ്കിൽ ഒരു പൂവോ വച്ചു. എന്നിട്ട് കൈ വിരൽ പതുക്കെ മൂടി കുറച്ച് നേരം കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോയി. പിറ്റേ ദിവസം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഈ കയ്യിൽ വെച്ച സാധനത്തിനെ പറ്റി വലിയ സ്പർശബോധം നിങ്ങൾക്ക് വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. സ്പർശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വിശേഷതയൊന്നുമില്ല. അതും ഇന്ദ്രിയാനുഭവം തന്നെയാണ്. ഏതുപോലെ? കണ്ണുകൊണ്ടുള്ള അനുഭവം പോലെ, കാഴ്ച പോലെയും ശബ്ദം പോലെയും. ഈ കാഴ്ചയും ശബ്ദവും അകന്നിരുന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പുറമേയുള്ള വസ്തുവിനെയാണ് ഞാൻ കാണുന്നത്. കാണുന്ന സമയത്ത് എന്തുണ്ടാവണു? ആ ദൃശ്യവസ്തുവിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പ്രതിബിംബിച്ച് കണ്ണിൻ്റെ ഉള്ളിൽ കോർണിയയിലൂടെ അകത്തു പോയിട്ട് അകത്തൊരു സ്പർശത്തിലൂടെ തന്നെയാണ് അവിടെ ചിത്രം ഫോം ചെയ്യണത്. എല്ലാറ്റിലും ഈ സ്പർശമുണ്ട്, കയ്യിൽ മാത്രമല്ല. അത് മാതിരി മൂക്കിലോ ഉള്ളിൽ വന്ന് ചെവിയിലോ കർണപുടത്തിൽ. അപ്പോൾ വസ്തുക്കൾ പുറത്തുനിന്ന് നമുക്ക് അനുഭവം ഉണ്ടാക്കി തരുന്നില്ല. ഇന്ദ്രിയങ്ങളുമായി സ്പർശം ഉണ്ടാവുമ്പോഴേ അനുഭവം ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് മാത്രാസ്പർശാസ്തു കൗന്ദേയ എന്ന് പറഞ്ഞത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ. മാത്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, സ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന സ്പർശങ്ങൾ. കണ്ണായാലും സ്പർശം തന്നെ, കാതായാലും സ്പർശം തന്നെ, മൂക്കായാലും സ്പർശം തന്നെ, നാവായാലും സ്പർശം തന്നെ, ത്വക്കായാലും സ്പർശം തന്നെ. കാണുന്ന വസ്തു ദൂരത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതിനെ സ്പർശിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രകാശകിരണങ്ങൾ ആ വസ്തുവിൽ ചെന്ന് പതിയണം, അത് പ്രതിബിംബിച്ച് ഇങ്ങോട്ട് വരണം. വന്നത് ഈ പോളയുടെ അവിടെ എത്തിയാൽ കിട്ടില്ല. കോർണിയയുടെ ഉള്ളിൽ പ്രവേശിച്ച് ഉള്ളിലേക്ക് പോയി അകത്താണ് ഈ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അത് ത്വക്കിൻ്റെ കാര്യത്തിലും നാവിൻ്റെ കാര്യത്തിലും മൂക്കിൻ്റെ കാര്യത്തിലും കണ്ണിൻ്റെ കാര്യത്തിലും ചെവിയുടെ കാര്യത്തിലും ഒരുപോലെയാണ്. അപ്പം സ്പർശം എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല. ഞാനിങ്ങനെ തൊട്ടു നോക്കി അതുകൊണ്ട് ആ പദാർത്ഥം അവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയരുത്. തൊട്ടു നോക്കി എന്ന് പറയണത് ആരാ? നമ്മുടെ മനസ്സാണ്. തൊടൽ പുറത്ത് നടക്കണില്ല. കൈ കൊണ്ട് ഞാനിങ്ങനെ തൊട്ടാലും എൻ്റെ മനസ്സിലാണ് ഈ സ്പർശവും സ്പർശിച്ചതിൻ്റെ അനുഭവം ഉണ്ടാവുന്നത്. നിങ്ങൾ എപ്പോഴാണ് അത് മനസ്സിലാക്കാൻ പോണത്? എന്നാണ്? സർവ്വ അനുഭവവും ആന്തരമാണ്, മാനസമാണ്, ഉള്ളുണർവിലാണ് നടക്കുന്നത്. സർവാനുഭവങ്ങളും അത് ദൃശ്യമായാലും ശ്രവ്യമായാലും സ്പർശമായാലും ഘ്രാണമായാലും രസമായാലും ശരി, അനുഭവിക്കുന്നത് മനസ്സിലാണ്. മനസ്സിൽ ഒരു ആനയെ കണ്ടു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്
മിനുസുള്ള ഒരു വസ്ത്രം ഞാൻ ഉടുത്തിട്ടുണ്ട് എന്ന് പറയണത്. ആ ഉടുത്തിട്ടുള്ള അനുഭവം പുറത്തല്ല, അനുഭവം അകത്താണ്. അപ്പം അനുഭവിക്കാനുള്ള സ്ഥാനവും അനുഭവിക്കാനുള്ള മാധ്യമവും ഒന്നേ ഒന്ന് മനസ്സ്, മനസ്സ്, മനസ്സ്. ആ മനസ്സിൽ തോന്നുന്ന സ്ഥൂലത്വം എങ്ങനെ വാസ്തവികമാകും എന്നാണ് ചോദ്യം. മനസ്സ് അതിസൂക്ഷ്മമാണ്. അത് രചിക്കുന്ന വസ്തു സ്ഥൂലമാവില്ല ഒരിക്കലും. ഒരു ചിന്ത സ്ഥൂലമാണോ? അല്ല. ഒരു ഭാവം, വികാരം സ്ഥൂലമാണോ? അല്ല. ഒരു പടം അത് സ്ഥൂലമാണോ? അല്ല. പക്ഷേ മനസ്സിന് ആ സ്ഥൂലത്വ ബോധം തരാനായിട്ട് സാധിക്കും. അതിനുള്ള ശക്തിയുണ്ട്. സർവ അനുഭവങ്ങളും മനോജന്യമാണ്. മനോജന്യമായതിനാൽ തന്നെ അത് വാസ്തവമല്ല. അതുകൊണ്ടാണല്ലോ ആ അനുഭവം ഉണ്ടാവുന്നതും അസ്തമിക്കുന്നതും. ഈ പ്രപഞ്ചം മുഴുവനും നാം കാണുന്നത് ഉണർന്നിരിക്കുമ്പോഴാണ്. ആ ഉണർന്നിരിക്കുമ്പോൾ കണ്ടത് മുഴുവനും എങ്ങനെയാണോ മനസ്സ് ഉണർന്ന് പ്രപഞ്ചത്തെ കാണിച്ചു തരുന്നത്, അതേമാതിരി ആ മനസ്സ് ഉറങ്ങി ആ കണ്ടതിനെ മുഴുവൻ മായ്ക്കുന്നു. അപ്പോൾ തെളിയിക്കുന്നതും മനസ്സ്, മായ്ക്കുന്നതും മനസ്സ്. അപ്പോൾ ഈ പ്രപഞ്ചാനുഭവങ്ങളോ മീതെ, അതോ അവയെ തെളിയിച്ച് മായ്ക്കുന്ന മനസ്സോ മീതെ? ആ മനസ്സിലെ മനോരഥം പോലെയാണ് ഈ ജാഗ്രത അവസ്ഥയിലുള്ള ബാഹ്യവസ്തു ദർശനവും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പുതുമയാകാം, പക്ഷേ അസ്വീകാര്യമാകരുത്. നിങ്ങൾക്കത് ഇടിവെട്ട് കൊണ്ടതുപോലെ ആകാം. അത് തന്നെയാണ് പറഞ്ഞത് ആര്? യമൻ. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട എന്ന് പറഞ്ഞത്. ഈ സത്യം ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ. ഇത് കേൾക്കാൻ പോലും അനവധി ആൾക്കാർക്ക് ഭാഗ്യമില്ല. ആരാ ഇത് പറയാൻ? ഇത് പറയണമെങ്കിൽ ഇത് അറിയുന്നവനും അനുഭവിച്ചവനും വേണമല്ലോ. പോരാ, ഇതേ പറഞ്ഞു കൊടുക്കൂ. ഇത് പറഞ്ഞു കൊടുക്കണം. ശ്രോതാക്കളെ ധരിപ്പിക്കണം, ഗ്രഹിപ്പിക്കണം. അവർക്കതിൻ്റെ സൗഭാഗ്യം ഉണ്ടാവണം, വേണം. ബാക്കിയുള്ളതൊന്നും സൗഭാഗ്യം അണയ്ക്കുന്നതല്ല. ഇത് മാത്രമേ ഉള്ളൂ എന്ന് പ്രവക്താവിൻ്റെ മനസ്സിൽ പാറ പോലെ ഉറച്ചിരിക്കുന്ന ഒരു ബോധ്യമുണ്ടെങ്കിലല്ലേ ഇത് പറയാൻ തോന്നുള്ളൂ. അങ്ങനെയുള്ള പ്രവക്താവ് ഇതെന്താ? അധ്യാത്മാണ്. അധ്യാത്മം പറഞ്ഞു നടക്കുമ്പോൾ എത്ര ആളാ വരിക? ചെണ്ട കൊട്ടിയാൽ കേൾക്കാൻ ആൾക്കാർ വരും. പഞ്ചവാദ്യം ഉണ്ടെങ്കിലും ഓടിക്കൂടും. അതിലുകൊണ്ടൊരു നേരം പോക്ക് കേട്ടോ. പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്ക് അത്ഭുതമായിപ്പോയി. ഞങ്ങൾ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് എല്ലാ കൊല്ലവും ഉദ്ഘാടനം നടത്താറുണ്ട്. ഉദ്ഘാടനത്തിന് പഞ്ചവാദ്യം, ഗജവീരൻ, നാമജപം ഒക്കെ ആയിട്ടാണ് വരാറുള്ളത്. അങ്ങനെ എന്താ ഈ പഞ്ചവാദ്യമൊക്കെ കൂട്ടുന്നത്? ആ ഉദ്ദേശം ജനങ്ങൾ ധാരാളം വരട്ടെ, ദൃശ്യശ്രവ്യാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇക്കൊല്ലം ആൾക്കാർക്ക് വരാൻ സൗകര്യത്തിന് വേണ്ടി തലേ ദിവസം വൈകുന്നേരമാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. ആ ഉദ്ഘാടന ചടങ്ങിൽ ആളധികമൊന്നുമില്ല. സാധാരണ നമ്മുടെ പന്തൽ നിറച്ചിരിക്കുന്ന ആൾക്കാർ ഉദ്ഘാടനത്തിന് നോക്കുമ്പോൾ 1/3 ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുക, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഉദ്ഘാടനം നടത്തുന്നത്? അപ്പം ഞാൻ ഇത്തവണ ചോദിച്ചു, നോക്കൂ, ഇക്കൊല്ലം ഞങ്ങൾ തുടങ്ങുന്നതിന് തലേ ദിവസം ഉച്ചതിരിഞ്ഞാക്കി എല്ലാവർക്കും വരാമല്ലോ എന്നുള്ള സൗകര്യത്തിൽ. അപ്പോഴും ആൾക്കാർ വളരെ കുറവാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ആർക്കും ഈ ഉദ്ഘാടനം ഇഷ്ടമില്ല എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ പഞ്ചവാദ്യമൊക്കെ കൊട്ടിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കുകയാണ്, അതോ നിങ്ങൾക്ക് വരാനോ? അപ്പോൾ ഈ ഉത്സാഹമൊക്കെ പൂർണ്ണകുംഭം, സ്വീകാരം, അനവധി സന്യാസിമാർ പലതും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കാണാനൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അടുത്ത കൊല്ലം മുതൽക്ക് ഉദ്ഘാടനം നിർത്തി ഒരു നിലവിളക്ക് മാത്രം കൊളത്തി അങ്ങോട്ട് പ്രഭാഷണം, പ്രവചനം, തത്വപ്രവചനം തുടങ്ങിയാൽ മതിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈ പൊന്തിക്കുമെന്ന്. അത്ഭുതപ്പെടും. സർവ്വ ആൾക്കാരും കൈ പൊന്തിച്ചു. അടുത്ത കൊല്ലം ഞങ്ങൾ ഉദ്ഘാടന ചടങ്ങ് നടത്താൻ പോകുന്നില്ല. എന്താ കാരണം? അവർക്കത് കേൾക്കണ്ട, കാണണ്ട. അവർ വരുന്നത് തത്വശ്രവണത്തിനാണ്. തത്വശ്രവണത്തിന് വരുന്ന സമയത്ത് അവർക്ക് പഞ്ചവാദ്യം വേണ്ടാന്ന്. എന്താ കാരണം? ഇങ്ങനെയുള്ള തത്വശ്രവണം എളുപ്പത്തിൽ കിട്ടില്ല. അവർക്ക് അതിലെ വാത്സല്യവും കമ്പവും മുഴുവനും. അങ്ങനെ തത്വശ്രവണ കുതുകികളായിട്ടുള്ളവർ അവർ ആഘോഷ കുതുകികളാവില്ല. ഈ ആഘോഷം ആർക്കാ? ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവർ. പടപട 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 ചടപട ചടപട അടിച്ചു, അത് തലകുലിക്ക് ഹാ ഹൂ എന്ന് പറഞ്ഞു. എന്താ കാര്യം? കാറ്റ് കൊണ്ടുപോയി പുണ്യം മുഴുവനും. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ. ഈ തത്വം ശരിക്കും അവതരിപ്പിക്കുക, കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് അനവധി ആൾക്കാർ അതിനുള്ള സുഹൃതമില്ല, അല്ലെങ്കിൽ പാകമില്ല, പക്വതയില്ല. ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ. ഇത് കേട്ടു എന്നിരിക്കട്ടെ, എല്ലാവരും അത് മനസ്സിലാക്കുവോ? മനസ്സിലാക്കുന്നുമില്ല. എന്താ കാരണം? ആശ്ചര്യോ വക്ത.
ആശ്ചര്യോ വക്ത. ഈ തത്വം വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവൻ ആശ്ചര്യ എന്ന് പറഞ്ഞാൽ ഈ 7 വണ്ടേഴ്സാണല്ലോ ലോകത്തിൽ, അതൊക്കെ അങ്ങോട്ട് മാറി നിൽക്കണം. ആ മനുഷ്യനാണ് ഏറ്റവും വലിയ ആശ്ചര്യം.